2.5 വർഷം എടുത്ത് ക്രാഫ്റ്റ്സും എല്ലാം ഉണ്ട് തിളങ്ങുന്ന. സോ ഇതാണ് പോണ്ട്. സോ ഞാനിപ്പം വന്ന് നിൽക്കുന്നത് കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജാണ്. വെള്ളാർ എന്ന് പറയും, തിരുവനന്തപുരത്ത് കോവളത്തിനടുക്കായിട്ടാണ്. സോ നിങ്ങൾക്ക് കാണാം എൻ്റെ ബാക്കിൽ ULCCSൻ്റെ കൺസ്ട്രക്ഷനാണിത് ഫുള്ള്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി. സോ നല്ല സൂപ്പറായിട്ട് നല്ല ഉജ്ജ്വല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ഒരു ഇതാണ്. ഇന്നലെ എന്താ പറയുക, പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. സോ അതിനുശേഷം ഇന്ന് ഒരു ഉച്ചയോടെ ആയപ്പോഴത്തേക്ക് ഞങ്ങളിവിടെ എത്തി. വ്ളോഗിന് പെർമിഷൻ കിട്ടി, അതുകൊണ്ട് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് ദ വ്ളോഗ്. സോ നിങ്ങൾക്ക് കാണാം ഇവർ ലൈക്ക് എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥാപനം നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. സോ ഇതേപോലെ ഇവിടെ കണ്ടില്ലേ പൂരം ക്രാഫ്റ്റ്സ്, ലൈക്ക് പല പേരിലാണെന്ന് തോന്നുന്നു പല സ്റ്റുഡിയോസ് അറിയപ്പെടുന്നത്. ഇവിടെ നെറ്റിപ്പട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണ്ടുന്നവർക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യാം. അടുത്ത സ്റ്റുഡിയോയുടെ പേര് ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്ട്രോ പിക്ചർ ക്രാഫ്റ്റ്. എല്ലാം ഈ പറഞ്ഞ പോലെ അതിൻ്റെ അകത്തുള്ള സ്റ്റൈൽസ് അല്ലെങ്കിൽ എന്താ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് അതിന് പറ്റിയ പേരാണ് എല്ലാ സ്റ്റുഡിയോസിനും ഇവർ നൽകിയേക്കുന്നത്. ചേച്ചി എന്ന് പറയുന്നത് എന്ത് വെച്ചിട്ടാണ് ഇത് ഈ പെയിന്റിങ് ചെയ്തേക്കുന്നത്? ഇല്ല, വൈക്കോല് വെച്ചിട്ട്. സോ നിങ്ങൾ ഈ കാണുന്ന എല്ലാ പെയിന്റിങ്സും ഇവർ വൈക്കോല് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. സോ അതുകൊണ്ട് സ്ട്രോ പെയിന്റിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത സെക്ഷൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. സോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റുഡിയോയിൽ എന്തുണ്ടെന്ന് നോക്കാം. ഇവിടെ ചേച്ചി ഇരിപ്പുണ്ട്. ചേച്ചി എവിടുന്നാ ചേച്ചി എവിടുന്നാ? ട്രിവാൻഡ്രം തന്നെ. ഓക്കെ. ഇത് എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? എന്തൊക്കെയാണ് ഡിസ്പ്ലേ? പലതരം ചെണ്ടയുടെ ചെറിയ മിനിയേച്ചർ സൈസസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? ഇതെന്താ? അടയ്ക്ക. ഓക്കെ. പിന്നെ ഇത് തിമില, ഇത് അടയ്ക്ക. ഓക്കെ, മത്തളം. നമ്മുടെ മത്തളം ഡക്ക എന്നാണോ പറയാ? ഡക്ക. ആ, ഇത് ചെണ്ട. ഓക്കെ. ഇതെല്ലാം അത് വലുതുണ്ടാക്കുന്ന അതേ മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ചെറുതാണ്. സോ ഈ മെറ്റീരിയൽസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന സെയിമോ? വലുതായാലും ചെറുതായാലും എല്ലാം സെയിമോ? ഇത് വേറെയാണ്. ഇതിപ്പോ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. സോ ഇത് ടീക്ക് വുഡ് ക്രാഫ്റ്റ് സ്റ്റുഡിയോ ആണ്. സോ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം എന്താ ഉള്ളതാണ്. കുറേ മനോഹരമായിട്ടുള്ള കുറേ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ട് വർക്ക്സും ക്രാഫ്റ്റൊക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാം ഡീറ്റെയിൽസ്. സോ ചേച്ചിയാണ് ഇതിൻ്റെ നടത്തിപ്പ് അല്ലേ? പേരെന്താ? എൻ്റെ പേര് ഷൈനി. ഷൈനി. ഇവിടുന്നുള്ള ഞങ്ങളിവിടെ ട്രിവാൻഡ്രത്തുള്ളതാണ്. എൻ്റെ അച്ഛനാണ് ഇതെല്ലാം ക്രാഫ്റ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അച്ഛൻ നാഷണൽ അവാർഡ് വിന്നറാണ്. 2013 നാഷണൽ അവാർഡ്, 15-16 സ്റ്റേറ്റ് അവാർഡ്, 17 വന്നിട്ട് ശില്പഗുരു അവാർഡ്. കേരളത്തിൽ ഒരാൾക്കേ കിട്ടിയിട്ടുള്ള ശില്പഗുരു അവാർഡ് കിട്ടിയത് എൻ്റെ അച്ഛനാണ്. പേര് KR മോഹൻ. ഓക്കെ. KR മോഹൻ സാറിന്റെ മോളാണ്. ഓക്കെ. സോ
ഇത് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് പബ്ലിക്കിനോടിലേക്ക് എന്താ ഒരു സ്പെഷ്യാലിറ്റീസ് എടുത്ത് പറയുകയാണെങ്കിൽ ഈ ആർട്ടിന്റെ പണ്ട് ഐവറിയിലാണ് ചെയ്തിരുന്നത് വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ 90s വന്നിട്ട് ഇതെല്ലാം ബാൻ ചെയ്തു. ഐവറി പിന്നെ നമുക്ക് ഉപയോഗിക്കാനോ വർക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഐവറി ചെയ്തിരുന്ന ആൾക്കാർ പിന്നെ ഗ്രാജുവലി തടിയിലോട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഐവറി ചെയ്യുമ്പോൾ നല്ല ഹാർഡാണ് ചെയ്യാൻ, ഒത്തിരിയും വ്യത്യാസം. വുഡ് ആകുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ആ ഒരു മെത്തേഡിൽ തന്നെ വുഡിൽ ചെയ്തു വന്നതാണ് എൻ്റെ അച്ഛൻ. അപ്പൊ വുഡിൽ ചെയ്യുന്നതിന് അവർക്ക് അവരുടേതായ ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഐവറിയിൽ നിന്ന് വന്നുകൊണ്ട് ആ വർക്കിന്റെ ഒരു പെർഫെക്ഷൻ കൂടുതലാണ്. ഐവറിയിലാണ് അപ്പം ഇതൊക്കെ ചെയ്തേക്കുന്നത് എല്ലാം വുഡ്. ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെയാണ്. ഇത് ഇത് ടീക്ക് വുഡാണ്. ടീക്ക് വുഡിലാണ് ഫുള്ള് ചെയ്തേക്കുന്ന ടീക്ക് വുഡിലാണ്. ശ്രീരാമ സെറ്റ് എന്ന് പറയും. ശ്രീരാമ സെറ്റ് അതായത് ശ്രീരാമനും ലക്ഷ്മണനും സീത ഹനുമാൻ എല്ലാവരും കൂടി ചേർന്ന് ശ്രീരാമ സെറ്റ്. സോ ഈ ആർട്സ് എല്ലാം മ്യൂറലാണ്. എന്താ മ്യൂറൽ ഉണ്ട്, റിയലിസ്റ്റിക് ഉണ്ട്. ഓക്കെ, ഇതാണല്ലേ KR മോഹൻ ഉണ്ട്. ഇതാണ്. ഓക്കെ, ഇത് ഓയിൽ പെയിന്റിങ്സ് ആണ്. ഞാൻ പെയിന്റിങ്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ചേച്ചി പെയിന്റിങ് ചെയ്ത? ഞാൻ പെയിന്റിങ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, ചേച്ചി ചെയ്ത ഒരു കുറെ ഓയിൽ പെയിന്റിങ്സ് ഒക്കെ ഉണ്ട് സൈഡിൽ കാണാം. ഓക്കെ, ഏതാണ്ട് ഒരു 3 വർഷം വേണ്ടി വന്നു കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. 7 അടി ഹൈറ്റ് ഉണ്ട്. ഈ മെയിൻ ഇത് ഒറ്റത്തടിയാണ്. ഒറ്റത്തടി ചെയ്തിട്ട് ബാക്കി പ്രഭയും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ചെയ്തതാ. ഇതെല്ലാം കൂടി ഒന്ന് ഫിനിഷ് ചെയ്ത് വരാൻ വേണ്ടി ഒരു 3 വർഷം. കാര്യം അധികം പണി ഒറ്റയ്ക്ക് ഇരുന്ന അച്ഛൻ ചെയ്യുന്നത്. അപ്പൊ ഹെൽപ്പിന് അമ്മ ഉണ്ടാവും, അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പൊ ആ 3 വർഷം വേണ്ടി ഫിനിഷ് ആക്കി. ചെയ്തതാണ്. ഇത് ഈട്ടിത്തടിയാണ്. ഈട്ടിത്തടിയിൽ ഒറ്റയ്ക്ക് ചെയ്തത്. ഒറ്റയ്ക്ക് ചെയ്തത്. അതിൽ വേറൊരാളുടെ കൈയെടുത്തൊന്നും ഒന്നുമില്ല, ഒറ്റയ്ക്ക്. ഇതും അത് തന്നെയാണ്, അച്ഛൻ ചെയ്തതാണ്. ഇത് അച്ഛനെ എന്താ പറയണ്ട, ഒത്തിരി വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ആരും ചെയ്തിട്ടില്ലാത്ത ഫിഗർ ചെയ്യണമെന്ന് അങ്ങനെയുള്ള ഒരു ആഗ്രഹം വെച്ച് പുലർത്തുന്ന വ്യക്തിയാണ്. അപ്പോൾ ആരും ചെയ്യാത്ത ഒരു ഡിസൈൻ അത് ഇംപ്ലിമെന്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് കൃഷ്ണനും രാധയാണ്. ഇതൊരിക്കലും ചെയ്തിട്ടില്ല ആരും. സാധാരണ കൃഷ്ണനും രാധ ഇരുന്നിട്ടുള്ള ഇത് വ്യത്യസ്തമായിട്ട് കിടന്നിട്ടുള്ളൊരു. സോ അതിന്റെ താഴെ തന്നെ കൃഷ്ണലീലയുടെ കുറെ പിക്ചേഴ്സും ഡെപിക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ കണ്ട 3 വർഷം വരെ ചെയ്ത വർക്കിലെ ഏറ്റവും ബേസ്മെന്റ് ചെയ്തേക്കുന്ന തിരുപ്പതിയിലെ സ്റ്റോറീസ് അല്ലേ? തിരുപ്പതി സ്റ്റോറീസ്. ഓക്കെ, ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലേ? ഇത് ഐവറിയിൽ ചെയ്തിരുന്നോണ്ട് തന്നെ ഡീറ്റെയിലിംഗ് കൂടുതലാണ്. ഇതിൽ ലക്ഷ്മി ദേവിയാണ് ഈ മാലയിലുള്ളത്. ഓക്കെ, ലക്ഷ്മി ദേവിനെ മാലക്കകത്ത് കാണാൻ. അതെ അതെ അതെ. അതിന്റെ താഴെയുള്ളത് റോസ് കൊണ്ടുള്ള. അതെ അതെ, ഓരോ ജ്വല്ലറിയാണ് ഇത്. ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ്. ചെയ്യാൻ തന്നെ നല്ല പാടാണ്. അതിന്റെ ആംഗിളും കറക്റ്റ് ആയിട്ട്. ഏറ്റവും പാടെന്ന് പറയുന്നത് ചിറകാണ്. ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള. അത് എന്താ ഇത് പോർട്രേറ്റ് ചെയ്യുന്നത്? ഇത് ഇത് ഗരുഡനാണ്. ഗരുഡന്റെ. ഓക്കെ, ഇതാണോ? ജ്വല്ലറിയും ഓരോന്നും കറക്റ്റ് ആയിട്ട് കർവ് ചെയ്തിട്ടുണ്ട്. സോ ഇവരുടെ ULCCസിന്റെ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ? ലൈക്ക് എന്ത് മനോഹരമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഓരോ കാര്യങ്ങളും നല്ല വൃത്തിക്ക് നല്ല ഇംപ്രവൈസ് ചെയ്ത് ഓരോ കൺസ്ട്രക്ഷൻസും ചെയ്തിട്ടുണ്ട്. എന്ത് നല്ല ഹൈജീനിക് ആയിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ ഇവർ നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മാനേജ് ചെയ്തേക്കുന്ന ULCCS എന്ന ULCCSന്റെ ടീം തന്നെയാണ് ഇതെല്ലാം മാനേജ് ചെയ്തേക്കുന്നത്. ഇത് ക്യുൾഡ് പേപ്പർ ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ. എൻ്റെ അടുത്ത് തന്നെ ഒരു വുഡൻ ക്രാഫ്റ്റ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. നമുക്ക് കയറി നോക്കാം. ചേട്ടാ, ഇതെന്താ ഇവിടെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന മെയിൻ കാര്യം എന്താ? ക്വില്ലിംഗ് പേപ്പർ.
ചേട്ടൻ്റെ പേര് അനീഷ്. അനീഷ്. അനീഷ് ചേട്ടനാണ്. ഓക്കെ, ആർട്ടിസ്റ്റ്. ആൻഡിയ. പേരെന്താ? ആശ. ആശ ചേച്ചിയാണ് ഇവിടുത്തെ ഇതിൻ്റെ ആർട്ടിസ്റ്റ്, ഇതെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. സോ ചേച്ചിക്ക് ഒന്ന് പറഞ്ഞുതരാൻ പറ്റും എന്താ ജസ്റ്റ് ഒരു എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്? ഇതാണ് ഫില്ലിംഗ് പേപ്പർ. കില്ലിംഗ് പേപ്പർ. ഓക്കെ. ഇത് വെച്ചിട്ടാണ് പോർട്രേറ്റ് എല്ലാം ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കുന്നത്. ഓക്കെ. നിങ്ങൾ കാണുന്ന ഓരോ കാര്യങ്ങളും അവരുടെ ഫേസും താടിയൊക്കെ പറഞ്ഞ പോലെ ഈ കില്ലിംഗ് പേപ്പർ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് ഉണ്ടാക്കിയേക്കുന്നത് കണ്ടില്ലേ? സോ മനോഹരമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഓൾമോസ്റ്റ് ഫിലിം സ്റ്റാർസിൻ്റെയും എല്ലാവരുടെയും ഉണ്ട്, ഫിലോസഫേഴ്സിൻ്റെയും. നിങ്ങൾ കാണുന്ന പോലെ കീ ചെയിൻസും ഇതെല്ലാം ഈ ക്വില്ലിംഗ് പേപ്പർ വെച്ചാണ് ചെയ്തേക്കുന്നത്. റോയൽ എൻഫീൽഡ് ചെയ്തേക്കുന്ന ആളെ പരിചയപ്പെടുത്തി തരാം. 13 വയസ്സുള്ള പേരെന്താ? കാശിനാഥ്. ഓക്കെ. ചേട്ടൻ്റെ ചേച്ചിയുടെ മോനാണ്. സോ മോൻ എന്തുകൊണ്ട് ഈ കല തിരഞ്ഞെടുത്തു? വീട്ട് അമ്മയച്ഛനും ചെയ്യുന്നോണ്ടാണോ? പിന്നെ പേഴ്സണലായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, നല്ല രസമുണ്ട് ചെയ്തേക്കുന്നത്. സോ ഇത് വുഡൻ ക്രാഫ്റ്റ്സിന്റെ സെക്ഷനാണ്. ഇവിടെ ഒരു ചേട്ടൻ നിൽപ്പുണ്ട്, പരിചയപ്പെടാം. ചേട്ടൻ്റെ പേര്? മോഹനൻ. ചേട്ടൻ എവിടുന്ന? പേട്ടയാണ്. ഓക്കെ. ഈ ശില്പത്തിന് പി മോഹനൻ ചേട്ടന് നാഷണൽ മെറിറ്റ് അവാർഡ് കിട്ടിയതാണ്. ഓക്കെ. അതിൽ കണ്ടാൽ തന്നെ പറയാം എന്ത് ഹ്യൂജ് അല്ലേ. ഇത് എത്ര വർഷം എടുത്തിട്ട് ഇതൊക്കെ ചെയ്യുന്ന പൊതുവെ? സമയം പറയാൻ പെയിന്റിങ് നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാം നല്ല നല്ല ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാ കരകൗശലവും. ഓക്കെ. ട്രഡീഷണൽ എന്ന് പറഞ്ഞിട്ട് എന്റെ ശൈലിയിൽ അതൊക്കെ നമ്മുടെ ശൈലിയിൽ മാറ്റിയെടുത്തേക്കുന്നത്. പെയിന്റിംഗ് ആണ്. ഓക്കെ. ഓക്കെ. നേരത്തെ കണ്ട നാഷണൽ മെറിറ്റിലെ ആ ഫിഗർ വച്ചേക്കുന്ന വേറെ ചേട്ടനാണ്. അതാണ് ഈ പെയിന്റിങ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു. ഓക്കെ. അപ്പം നമ്മൾ മോഹനൻ ചേട്ടനോടെ കണ്ടിട്ട് തിരിച്ച് നമ്മളിത് അടുത്ത പുതിയൊരു കവാടത്തിലോട്ട് കയറുവാണ്. കോക്കനട്ട് ഹസ് ക്രാഫ്റ്റ് എന്നാണ് എൻ്റെ പേര്. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടാണല്ലോ. ഓക്കെ. നിങ്ങളല്ലേ എന്താ നടത്തുക? അതിൽ എവിടുന്ന പേരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? പേര്? പ്രതാപേട്ടൻ. മാഡം പ്രവീണ. ഓക്കെ. നിങ്ങൾ രണ്ടുപേരുമാണ് ചെയ്യുന്നത്? ചേട്ടൻ ചെയ്യുന്നു. ഓക്കെ. ചേട്ടൻ ഒന്ന് പറയാം സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഫീച്ചേഴ്സ് ആയിട്ടൊന്ന് പറയുകയാണെങ്കിൽ എന്താ പറയാ? ഇത് ഒരു മുഴുവൻ നാളികേരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രൂപമാണ്. ഓക്കെ. ഇത് മുഴുവൻ തേങ്ങ ഉണ്ടാക്കുന്നതാണ്. ഇതിലുണ്ടാക്കിയത് വർഷങ്ങളോളം നിലനിൽക്കുന്ന ഒരു. ഓക്കെ. ഒരു തേങ്ങയ്ക്കകത്താണ് ഓരോന്നും ഉണ്ടാക്കി? ഓരോ തേങ്ങയിലുണ്ടാക്കിയത്. ഇതൊക്കെ എത്ര ദിവസം എടുത്ത ചേട്ടൻ ചെയ്യുന്നത്? ഓരോന്നൊക്കെ ഓരോ ശില്പം ഉണ്ടാക്കാൻ ഒരു ദിവസം എടുക്കും. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റന്മാരും ഇവിടെ തന്നെ ഉൽപാദനം നടത്തി ഇവിടെ തന്നെ വിപണനം നടത്തുന്ന ഒരു സൗകര്യങ്ങളാണ് സൊസൈറ്റി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ വിസിറ്റേഴ്സിനെ ഇവിടെ സ്വീകരിച്ച് നമ്മുടെ മുമ്പിൽ എത്തിച്ച് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഓക്കെ. പ്രധാനമന്ത്രി PV നരസിംഹറാവു ചേട്ടൻ അവാർഡ് കൊടുക്കുന്ന ചേട്ടനല്ലേ? അതെ അതെ. സോ ഇത് ആറന്മുള കണ്ണാടിയാണ്. എല്ലാം നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ടല്ലേ? അതെ. ഇതിന്റെ ആരാ ശില്പി? ചേട്ടൻ തന്നെയല്ലേ? ചേട്ടൻ്റെ പേര്? അരവിന്ദ് ചേട്ടൻ. എവിടുന്ന? ആറന്മുള. ഓക്കെ. ചേട്ടൻ എന്താ അവാർഡ്സ് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഇതിന് ചേട്ടൻ ചെയ്യുന്ന എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഏറ്റവും വലിയ മിറർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ മെറ്റൽ മിറർ ആറന്മുളയിലേക്ക് തന്നെ. ഓക്കെ. ആറന്മുളയിലേക്ക് 2 feet ഉള്ള ഏറ്റവും വലിയ മെറ്റൽ മിറർ. ഓക്കെ. ചേട്ടൻ പിന്നെ ഇതൊക്കെ നമുക്ക് കസ്റ്റമേഴ്സ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ സെല് ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? അപ്പൊ ULCCs ഇത് കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും ഒരു വേദിയും കൂടിയായല്ലേ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി? കൂടുതൽ ഡിസൈൻ ചെയ്യാൻ ഇപ്പൊ നമുക്ക് പ്രചോദനം കൂടെ ആയത്. ഓക്കെ. ഇതൊന്നും നമുക്ക് പുറത്ത് വിൽക്കാനില്ല. ഇതൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ്.
ഓ, ഈ മിററൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകട്ട് എഡ്ജ് എന്ന് പറഞ്ഞ പുതിയൊരു ഡിസൈനാണ്. അൺകട്ട് അതെ തീർച്ചയായിട്ടും ഇത് കാണാൻ പറ്റും. നോർമലി നമ്മൾ വാർക്കുമ്പോൾ ഇതുപോലെ ഇരിക്കുന്നെങ്കിൽ എഡ്ജുകൾ നമ്മൾ നിർത്തി അതേപോലെ പോളിഷ് ചെയ്യും, കട്ട് ചെയ്തില്ല. ഓക്കെ എങ്ങനെയാണ് മോൾഡിൽ നിന്ന് കിട്ടിയത് അതേപോലെ പോളിഷ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്യുന്നത്. ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സൈഡിലൊരു അൺകട്ട് അതെ, ഷേപ്പ്ലെസ് ആയിരിക്കും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ആർമുള്ള കണ്ണാടികളൊക്കെ നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ കാണാം. 7 ഇഞ്ച് സൈസ് 8 ഇഞ്ച് സൈസ്. സോ ഇവിടെ എല്ലായിടത്തും ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് അവിടെ ഇവിടെ എല്ലായിടത്തും എക്യുപ്ഡ് ആണ്. ലൈക്ക് ഭയങ്കര സേഫ്റ്റി കൺസേണും കൂടിയാണ് ഇവർ. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ച് വേറെ സ്റ്റുഡിയോസ് ഉണ്ട്, കുറേ സ്റ്റുഡിയോസ് ഉണ്ട്, കണ്ട് തീരാൻ പറ്റാത്ത അത്രയും സ്റ്റുഡിയോസ് ഉണ്ട്. ഇവിടെ ലാമിനേറ്റഡ് വുഡൻ ക്രാഫ്റ്റ്സ്. ഇവിടെ ചേട്ടൻ ഇരിപ്പുണ്ട്, നമുക്ക് ചേട്ടനെ പരിചയപ്പെടാം. അതിന് മുന്നേ ആയിട്ട് ഇത് കുറച്ച് ഷോർട്സ് ഇതേ കാണിച്ചു തരാം നിങ്ങളെ. പല രീതിയിലുള്ള ട്രഷറിയും എന്താ ബോട്ടും കേരളത്തിൻ്റെ തനതായ കുറേ ശൈലിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ എല്ലാം ക്ലോക്കാന്ന് തോന്നുന്നു മെയിനായിട്ട്. എന്തായാലും ചേട്ടനടുത്ത് തന്നെ ചോദിച്ചറിയാം കാര്യങ്ങളൊക്കെ. ചേട്ടാ പേരെന്തുവാ? വിജയൻ ചേട്ടൻ. ഓക്കെ. ചേട്ടാ എവിടുന്ന? എറണാകുളം പിറവത്ത് തന്നെ. ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ് ഡിസ്പ്ലേ ആയിട്ടുള്ള എന്താണ് സ്പെഷ്യാലിറ്റി ചേട്ടൻ ചെയ്യുന്നതിൽ? ക്ലോക്കുകൾ, ആ വള്ളം, വയലിൻ, കഥകളിയുടെ ഇതേപോലുള്ള കഥകളിയുടെ രൂപങ്ങളെല്ലാം. പിന്നെ ഇതൊക്കെ നമുക്ക് വാൾ ഹോൾഡേഴ്സ് അല്ലേ? ഇതൊക്കെ നമുക്ക് തൂക്കിയിടാൻ പറ്റും. ചേട്ടൻ എന്ത് വെച്ചാൽ ചെയ്യുന്നത്? വുഡാണ്. റോസ് വുഡ് വെച്ചാണ്, ഈട്ടിത്തടി റോസ് വുഡ് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അപ്പം നല്ല ഭംഗിയായിട്ടുണ്ട് ചേട്ടൻ ചെയ്തേക്കുന്നത്. നിങ്ങളിവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റോർ വിസിറ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ പർച്ചേസ് ചെയ്യുക. കൊമ്പ് കാർവ് ചെയ്തുള്ള ഐറ്റംസ്. സോ ഇതിൻ്റെ അകത്ത് ആള് വന്നിട്ടില്ല, എന്നാലും നമുക്കിത് അകത്തൂടെ കാണാൻ പറ്റത്തേ. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? കണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ള. ആള് വരാത്തതുകൊണ്ട് നമുക്കിത് പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യുന്നേ ഉള്ളൂ. എന്ത് മനോഹരമായിട്ടാണ് ചെയ്തേക്കുന്നല്ലേ, ഗാർഡനൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ രാത്രിയിൽ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല എന്താ പറയുക ഒരു ലെവലായിരിക്കും. സോ നമ്മുടെ അടുത്ത സ്റ്റുഡിയോ ടെറാക്കോട്ട ആൻഡ് സെറാമിക്. കയറുമ്പോൾ തന്നെ ഒരു ഗണപതിയുടെ ഒരു ചിത്രവും ഇത് എന്തോ രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നത് ക്ലേ ആണെന്ന് എനിക്ക് തോന്നുന്നു, ടെറാക്കോട്ട. അപ്പോൾ ഈ പറയുന്ന പോലെ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതിൻ്റെ ശില്പിനെ പരിചയപ്പെടാം. ചേട്ടനെ അവിടെ ഇരുന്ന് ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് പോകുന്നതിന് മുന്നേ ചേട്ടനൊരു കാര്യം ചോദിച്ചറിയാം. ഇതൊക്കെയാന്ന് തോന്നുന്നു ചേട്ടൻ്റെ മെഷീനറി. അപ്പം ചേട്ടൻ പറഞ്ഞു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലാന്റ് പോട്ട്. ഓക്കെ, പ്ലാന്റ് പോട്ട് ഉണ്ടാക്കുകയാണ്. ഇത് ക്ലേ തന്നെ, ക്ലേ വെച്ചിട്ട്. ഈ മെഷീനൊക്കെ ചേട്ടൻ സ്ലാബ് റോളർ ഓക്കെ, പരത്തുന്നു, ഷീറ്റ് അടിക്കുന്ന രീതിയിൽ പരത്തുന്ന മെഷീനാണ്. ചേട്ടൻ എവിടെ ഉള്ള? മലപ്പുറം നിലമ്പൂരുള്ള. ഓക്കെ, പേര് ശിവപ്രകാശ്. ഓക്കെ. അപ്പം നിങ്ങളൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുമ്പോൾ ശിവപ്രകാശ് ചേട്ടനോടെ വിസിറ്റ് ചെയ്യുക, കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുക. ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ അവൈലബിൾ അല്ലേ? ഇത് മറ്റേ പോട്ടറില്ല, നമ്മൾ പോട്ട് ഉണ്ടാക്കുന്ന ചട്ടി ഉണ്ടാക്കുന്ന അല്ലേ? ഓക്കെ, അതിന്റെ കുറച്ചുകൂടെ മോഡേണൈസ്ഡ് വേർഷൻ ആണോ അല്ലേ? ഇലക്ട്രിക് ആണ്. ഓക്കെ. നമ്മൾ സാധാരണ ക്ലേ പോട്ട് ട്രഡീഷണൽ ആയിട്ടല്ലേ കണ്ടുള്ളൂ. ഇത് ഇതിന്റെ ഇലക്ട്രിക് വേർഷൻ ആണ്. ഇവിടെ കുറെ എന്താ പറയാ മെസ്സേജസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സ്പേസ് ഒക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ULCCസിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നല്ല അപാരമായിട്ടുണ്ട്. ഇത് ഹാൻഡ്ലൂം വില്ലേജ്. സോ നിങ്ങൾക്ക് കാണാതിരിക്കും നല്ല ആധുനികമായിട്ട് നല്ല രീതിയിൽ കുറേ ചെയ്തെടുത്ത വസ്ത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കുറേ എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള സാരീസും കാര്യങ്ങളൊക്കെ.
നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതിൻ്റെ ആളെടുക്കെ ചോദിച്ച് മനസ്സിലാക്കാം. സോ നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ഇവിടെയും കൂടി കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഇത് ഒരു ചെറിയൊരു ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ആർട്ട്. ഒരു പിക്ചർ ഞാൻ വെച്ചിട്ട് ചെയ്തെടുത്തേക്കുന്നു. ഒരു ലാൻഡ്സ്കേപ്പിന്റെ അതെ മനസ്സിലായി. ദൂരെ നമുക്ക് മൊബൈലിൽ കൂടെ കാണുമ്പോഴേ അതിന്റെ ഒരു ബ്യൂട്ടി അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ നൗ യു ക്യാൻ സീ റൈറ്റ് ലൈക്ക് അതിന്റെ ഫുൾ വില്ലേജിനകത്ത് ഹാൻഡ്ലൂം വില്ലേജ് എന്ന് പറയുന്ന ഒരു ഇവിടെ അറിയാമല്ലോ ഫുൾ ആർട്ടിസാൻസിനെയും ക്രാഫ്റ്റ്സ്മെന്റിനെയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിനകത്ത് ഹാൻഡ്ലൂം വില്ലേജിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന് hand woven products, everything is eco-friendly and hand woven plus natural dye. So we promote Ayurvedic dyes and natural dyes. അപ്പം എടുത്തു പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഇപ്പൊ നമ്മളൊരു പിറ്റ്ലൂമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിറ്റ്ലൂമാണ്. എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡൈയിങ് ആണ്. അപ്പം ഒരുപാട് ടൈപ്പ് ഓഫ് വീവിംഗ് ഉണ്ട്. ഓൾ കേരള എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ബാലരാമപുരം മുതൽ നമ്മുടെ കാസർഗോഡ് ആണെങ്കിൽ കണ്ണൂർ വരെ ഓരോ ജില്ലയിലും അതിൻ്റെതായ പ്രത്യേകത കറികളുണ്ട്, വീവിംഗ് ഉണ്ട് പ്രത്യേകത. ഇപ്പം കണ്ണൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് കളേഴ്സ് കൂടുതൽ കാണാൻ പറ്റും. ഇവിടുത്തെ പ്രത്യേകിച്ച് ബാലരാമപുരം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ കസവ, ഒറിജിനൽ കസവ. ഏറ്റവും കൂടുതൽ ക്രാഫ്റ്റ് കാണുന്നത് നമ്മുടെ ഇതുപോലെ ഏറ്റവും കൂടുതൽ കസവ് നെയ്യുന്നത് നമ്മൾ ഇവിടെ തന്നെയാണ്. ഇതിന്റെ ക്വാളിറ്റി ബാലരാമപുരത്തിന്റെ ഭയങ്കര കൂടുതലാണ് കമ്പയർഡ് ടു കൂത്താമ്പള്ളി വരുമ്പോൾ അതിന്റെ വേറെ, ചേതമംഗലം വേറെ വീവ്സ് ആണ്. അപ്പം പലതും പല. അപ്പൊ നമ്മൾ ഇവിടെ ഇനി വിൽ ബി സെറ്റിംഗ് അപ്പ് ഡിഫറെന്റ് ലൂംസ്, ലൈക്ക് എല്ലാ തരം ലൂംസും വിൽ ബി ഷോയിങ് ദം ഹൗ ടു വീവ്, പ്രോസസ്സും കാണിച്ച് നമ്മുടെ വീവേഴ്സിനെയും കാണിച്ച് ഓൾസോ വിൽ ബി ഷോയിങ് ദം. നമ്മൾ വർക്ക്ഷോപ്സും ചെയ്യുന്നുണ്ടാവും നാച്ചുറൽ ഡൈയില്. സോ പീപ്പിൾ ക്യാൻ കം എക്സ്പീരിയൻസ് ദാറ്റ് തിങ് ആൻഡ് ദെൻ ബൈ ദ പ്രോഡക്ട്സ് എന്നുള്ളൊരു കാര്യം അവർക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് പ്രത്യേകിച്ച് അടുത്ത ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ എന്താണ് കൈത്തറി, എന്തുകൊണ്ടാണ്, വൈ ഈസ് ഇറ്റ് എക്സ്പെൻസീവ് എന്നുള്ള കാര്യം, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പിറ്റ്ലൂം ലൈക്ക് ലൂംസ് ഹാൻഡ്ലൂം ആൻഡ് പവർലൂം എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഒരുപാട് വീഡിയോസ് 10,000 വീഡിയോസ് ഉണ്ടായിരുന്ന സൈറ്റിൽ വളരെ വളരെ കുറഞ്ഞിരിക്കുകയാണ്. സോ മെനി റീസൺസ്. അപ്പം അതിലൊന്ന് നമ്മൾ യങ്സ്റ്റേഴ്സ് ഇനി അതിനെ എടുത്ത് നമ്മൾ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. മനസ്സിലായില്ല? സോ ദാറ്റ് ഇഫ് യു ക്യാൻ സീ ദാറ്റ്സ് എ ഗാർമെന്റ്. ഓക്കെ, അതായത് ഒരു മേക്ക് ഓവർ നമ്മുടെ കൈത്തറിക്ക് കൊടുക്കാനുള്ള കാര്യമാണ്. ഇതിപ്പം നാച്ചുറൽ ഡൈയിൽ ചെയ്ത ഒരു ഗാർമെന്റ് ആണ്. നാച്ചുറൽ ഡൈ ആണ്, ഹാൻഡ് വൂവൺ ആണ്. അപ്പൊ ഈ ഗാർമെന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എനിബഡി ക്യാൻ വെയർ. യങ്സ്റ്റേഴ്സ് മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ഹാൻഡ് വൂവൺ പ്ലസ് ഇറ്റ്സ് സ്റ്റൈലിഷ്. അപ്പം ഒരു കാഷ്വൽ വെയർ ആയിട്ട്, നോട്ട് ജസ്റ്റ് ഒരു ഒക്കേഷണൽ വെയർ എന്നല്ലാതെ നമ്മള് കാഷ്വൽ വെയർ ആയിട്ട് കൈത്തറീനെ കൊണ്ടുവരണം. അതാണ് നമ്മൾ ശ്രമിച്ചോണ്ടിരിക്കുന്നത്, പുതിയ പുതിയ ഡിസൈൻസ്. അപ്പം നമ്മൾ വി വർക്ക് ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ വീവേഴ്സ് ഓൾ കേരള. ഫുള്ളി ഹാൻഡ് വൂവൺ അല്ലേ? എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ് ബൈ വിമൻ ആൻഡ് പ്ലസ് പറഞ്ഞ വീവേഴ്സ് ഫ്രം കേരള. ഫ്രം കേരള എന്നുള്ളൊരു എക്സ്ക്ലൂസീവ്ലി ഫ്രം കേരള. ഫൈൻ. അതായത് യങ് മൈൻഡ്സും യങ് ഡിസൈൻസും അതേസമയം നമ്മുടെ വീവേഴ്സിനെ കൂടി ഒരു കൊളാബറേഷൻ ആണ്. ഓക്കെ, നല്ല നല്ല രസം. ഇത് നിങ്ങളുടെ കൊട്ടാണോ? നിങ്ങൾക്ക് വീട്ടിലേക്ക് മേടിക്കേണ്ട കാര്യങ്ങളൊക്കെ അതെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഹാൻഡ് വൂവൺ ആണ് കേട്ടോ. നിങ്ങൾക്ക് മാറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. സോ ആയുർവേദിക് ഡൈ ധോത്തീസ് ആണ്. അതുപോലെ നമ്മൾ മാസ്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നീം, തുളസി അങ്ങനെയൊക്കെ ഡൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇത് സാൻഡൽവുഡ് ഡൈ ആണ്. ഇതിന്റെ കളറൊക്കെ ഈ ആ ഒരു നാച്ചുറൽ കളർ. ശോഭ വിശ്വനാഥാണ് സംസാരിച്ചിരിക്കുന്നത്, സോഷ്യൽ എന്റർപ്രണർ ആൻഡ് ഡിസൈനർ. ഓക്കെ, ആഘോഷ്. ഓക്കെ, സാറിന് ഡിസൈനർ ആണ്. ഓക്കെ, കെയിൻ ക്രാഫ്റ്റ്സ്. സോ കുറേ അടുത്ത ഒരു സ്റ്റുഡിയോ ആണ് കെയിൻ ക്രാഫ്റ്റ്സ്. ഇവിടെയൊക്കെ നല്ല മനോഹരമായിട്ടൊരു ഫേർണിച്ചേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാനായിട്ട്. കെയിൻ വെച്ചുണ്ടാക്കിയേക്കാം. ശ്രീദേവി ചേച്ചി എവിടെന്നാ?
കോവളം തന്നെ. ഓക്കെ. ഇതിന്റെ ചേച്ചിയുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ ഈ ചെയ്തേക്കുന്നത്? എല്ലാം കെയിൻ വെച്ചിട്ടാണോ ചെയ്തേക്കുന്നത്? കെയിൻ വെച്ചിട്ട്. വേറെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി വല്ലതും ഉണ്ടോ ചെയ്തേക്കുന്നതിലോ എന്തെങ്കിലും? ഓക്കെ. കുഷൻ ഇട്ട് നമ്മുടെ ഹോം കുഷൻ ഇട്ട്. അതെ, ടീപ്പോയിട്ട്. പക്ഷെ നല്ല എന്താ പറയുക, വെൽ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്, നല്ല പോളിഷ്ഡ് ആയിട്ട്. ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ ഇങ്ങോട്ട് കയറുക, പർച്ചേസ് ചെയ്യുക. ഇതൊക്കെ പർച്ചേസിങ്ങിനല്ലേ? പർച്ചേസിങ്ങിനുള്ളതല്ലേ? ശരി. അടുത്ത ഹാമോക്ക് ജ്വല്ലറി. ഇപ്പോൾ ഇവിടെ എന്തോ ജ്വല്ലറി ഐറ്റംസ് ആണ്. സോ ഒരു ജ്വല്ലറിലോട്ട് വരുന്ന ഒരു ഫീൽ ഉണ്ടല്ലേ? ചേച്ചിയാണ് എൻ്റെ ഉടമസ്ഥ. ചേച്ചിയുടെ പേര് അനുഷ ചേച്ചി. എവിടുന്ന? ഇവിടെ അടുത്ത് തന്നെ. ഓക്കെ. ഇതെല്ലാം ചേച്ചി ചെയ്തെടുത്താണോ? ഇത് മെഷീൻ ക്രാഫ്റ്റഡ് ആണോ അതോ എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്? സോ ഇത് ഫുള്ള് ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. സോ പലതരം ഡിസൈൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടുന്നവർക്കൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാം. സോ ഓക്കെ. താഴെയും കുറേ കമ്മലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ടെറാക്കോട്ട ഡിസൈൻസ് ആണ്. പിന്നെ നെല്ലുണ്ട്, സീഡ്സ് കൊണ്ട് എടുത്തേക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഇതൊക്കെ നെല്ലാണോ? ഈ ഡോട്ട്സ് ഒക്കെ അല്ലേ? ഓക്കെ. നല്ല രസം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഹാൻഡ് ക്രാഫ്റ്റഡും ആണ്. ഒരു 100 രൂപ തൊട്ട് മുകളിലോട്ടുണ്ടെന്നാണ് ചേച്ചി പറഞ്ഞേക്കുന്നത്. പലതരം കമ്മൽസും കാര്യങ്ങളൊക്കെ വന്ന് പർച്ചേസ് ചെയ്യാം. ഇതൊക്കെ 100. ഓക്കെ. പല റേറ്റ്സിലുള്ളതുണ്ട്, നിങ്ങൾക്ക് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാം. ബാങ്കിൾസ് എല്ലാം ഉണ്ട്. ഇത് ഹാമോക്കിൻ്റെ സെക്ഷനാണ്. നല്ല കളർഫുള്ളായിട്ട് പല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ട് പല ഹാമോക്സ് അവൈലബിൾ ആണ്. കളറൊക്കെ കണ്ടില്ലേ? നല്ല പേരെന്തോ? ലജിത ചേച്ചിയാണോ ഇവിടെ ചെയ്യുന്നത്? രണ്ടുപേരും ഇവിടെ. എവിടുന്നാ നിങ്ങളുടെ സ്ഥലം? അടുത്ത് തന്നെ. സോ ഇത് എന്താ സ്പെഷ്യാലിറ്റി? നിങ്ങൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? അത് ഫുൾ ഇത് ഹാൻഡ് വൂൺ അല്ലേ? ഹാൻഡ് മെയ്ഡ് അല്ലേ? ഓക്കെ. ചെയ്യുന്നുണ്ട്. ഓക്കെ. അതിന് വരത്തേ ഉള്ളൂ. വലിയ ബാഗ് ചെയ്യാനായിട്ട്. ഇതൊക്കെ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇത് ഞങ്ങൾ പോട്ട് ഹോൾഡർ ആയിട്ട്, അതായത് ഇപ്പോഴത്തെ ചെറിയ ചെടിയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. ശരി. പ്ലാന്റ് ഹോൾഡർ ആയിട്ട് ഇതിൻ്റെ യൂസ് ചെയ്യാറല്ലേ? ഓക്കെ. നല്ല രസമുണ്ട്. എന്തൊക്കെ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ. സോ അടുത്ത റോസ്വുഡ് ക്രാഫ്റ്റ്. കുറേ മിനിയേച്ചർ സ്റ്റൈൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ വലിയ സ്റ്റൈൽസ് വരെ ഉണ്ട്. അതെ, ചേട്ടനാണോ ഇതിന്റെ നടപ്പ്? പേരെന്താ ചേട്ടൻ്റെ? പേര് ശശിധരൻ. എവിടുന്ന്? ഇത് ബാലരാമപുരത്ത്. ഓക്കെ. ചേട്ടാ എന്താ സ്പെഷ്യാലിറ്റി? ചേട്ടൻ ചെയ്യുന്നതിന്റെ സ്പെഷ്യാലിറ്റി എന്താ ഇവിടെ? ഞങ്ങൾ ഇത് ഈട്ടിത്തടികൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. ഇതൊരു സൊസൈറ്റിയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ. അപ്പോൾ അവർ നിങ്ങൾക്ക് ഒരു അവസരം അതിലൂടെ തരും. അതെ, ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കഴിച്ചിരിക്കുന്നത്. എല്ലാം ഡിസ്പ്ലേ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെ. മാർക്കറ്റിംഗ്. ചേട്ടനാണ് ഗവൺമെന്റ് അയക്കുന്ന എക്സിബിഷൻ എല്ലാത്തിനും പോകാറുണ്ട്. ചേട്ടൻ തന്നെയാണോ ഇതെല്ലാം ചെയ്തേക്കുന്നത്? ഇല്ല, ഞങ്ങളവിടെ 14 അംഗങ്ങളതിനകത്ത്. 14 മെമ്പേഴ്സ് ഉണ്ട്, ഒരു സെക്രട്ടറി ഉണ്ട്. ഞാനതിന്റെ പ്രസിഡന്റാണ്. ULCCSന്റെ ആണോ അതോ ഈ പറഞ്ഞ ഇതിന്റെ ആണോ? ഈ ഹാൻഡിക്രാഫ്റ്റിന്റെ ഒരു ഇതിൽ ഈ ചെയ്തേക്കുന്ന ഹാൻഡിക്രാഫ്റ്റ് ഒരു 10-14 പേര് അടങ്ങുന്ന സൊസൈറ്റിയാണ്. ചേട്ടാ അതിന്റെ പ്രസിഡന്റ്. അതെ, വീട്ടുതടിയിലാണ് നിർമ്മിക്കുന്നത്. ഓക്കെ. സോ അടുത്ത കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ്സ്. അപ്പുറത്തെ കോക്കനട്ട് ഹസ്ക് ആയിരുന്നു. ഓക്കെ. കുറേ മനോഹരമായിട്ട് ഇവിടെയും കുറേ മിനിയേച്ചർ സൈസസിലുള്ള
പല സൈസസിലുള്ളത് കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കണ്ടില്ലേ, നല്ല പോളിഷ്ഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയോടെ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതല്ലേ മറ്റേ ഓക്കെ തവയ്ക്ക് വരെ കോക്കനട്ട് ഷെല്ലുകൊണ്ട് ഉണ്ടാക്കിയ തവയും സോസറും കപ്പും എല്ലാം ഉണ്ട്. പല തരത്തിൽ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരു അടുക്കളയിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ്. വാൾ ഹാങ്ങിങ് ഉണ്ട്. ഇതൊക്കെ ചെടി ഇട്ട് വെക്കുന്നതല്ലേ? ചെടി ഇട്ട്. ഓക്കെ. ഇത് പല തരത്തിലുള്ള തവയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കൂടല്ലേ? കൂട്. ഇതൊക്കെ എന്ത് വാൾ ഹാങ്ങിങ് ആണോ? ഇടാം. സോ ഇതിൻ്റെ അകത്ത് ബ്രഷൊക്കെ ഹോൾഡ് ചെയ്യാം, ഫ്ലവർ വൈസ് ആയിട്ട് യൂസ് ചെയ്യാം, മൾട്ടിപർപ്പസ് ആയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ചേച്ചി. ചേട്ടൻ്റെ പേര്? മുരളി ചേട്ടൻ. എവിടുന്ന? കോട്ടയം. ഓക്കെ, കോട്ടയത്തു നിന്നാണ്. ചേട്ടനാണത് ഈ കോക്കനട്ട് ഷെൽ ക്രാഫ്റ്റ് സ്റ്റുഡിയോയുടെ നടത്തിപ്പ്. ചേട്ടാ, ഇത് എന്താ ഒരു സ്പെഷ്യാലിറ്റി, ചേട്ടൻ്റെ രീതിയിൽ എന്ത് സ്പെഷ്യാലിറ്റി അവിടെ ചെയ്തേക്കുന്നത്? നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന യൂട്ടിലിറ്റി പ്രോഡക്ട്സിൻ്റെ ഒരു വൈഡ്. ഓക്കെ, എല്ലാം നമുക്ക് ഡെയിലി യൂസസിന് പറ്റിയ യൂട്ടിലിറ്റി പ്രോഡക്ട്സ് റെസ്റ്റോറൻറ്റ്, വീടുകൾ എല്ലായിടത്തും പറ്റും. ഓക്കെ, അത് കോക്കനട്ട് ഷെല്ല് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നത്. അതെ. പിന്നെ ഓർണമെന്റ്സിന്റെ വൈഡ് റേഞ്ച് ഉണ്ട്. ഓക്കെ, അതിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തണം, വരുന്നേ ഉള്ളൂ. ഇനി ഓർണമെന്റ്സിന്റെ ഗിഫ്റ്റ് ഐറ്റം എല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട്? എല്ലാം കോക്കനട്ട് ഷെല്ല് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ കോക്കനട്ട് ഷെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അല്ലേ? പല പ്രൊഡക്ട്സും നമ്മുടെ വർക്ക് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാം. ഓക്കെ. അടുത്ത നെറ്റൂർ ക്രാഫ്റ്റ് സ്റ്റുഡിയോ. സോ ഇതിലും അതേപോലെ കുറേ കാര്യങ്ങളുണ്ട്. അതെ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ട്രഷറൊക്കെ ഇല്ല, ട്രഷറുണ്ട് പോലെ കുറേ ബോക്സസും കാര്യങ്ങളൊക്കെ. എന്ത് നല്ല മനോഹരമായിട്ട്, നല്ല കണ്ടില്ലേ, പെയിൻ്റൊക്കെ എന്ത് ക്വാളിറ്റിയാണ്, നല്ല 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 വർണ്ണാഭമായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈവൻ വലിയ കബോർഡ് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിത് ചേട്ടനടുത്ത് ചോദിക്കാം. ചേട്ടാ, പേരെന്തോ? ചന്ദ്രമോഹൻ ചേട്ടാ. ഓക്കെ, ചേട്ടൻ്റെ പേര് ചന്ദ്രമോഹൻ ചേട്ടാ. എവിടുന്നാ ചേട്ടാ? ചാക്കയാണോ? തിരുവനന്തപുരം. ഓക്കെ ചേട്ടാ, എൻ്റെ സ്പെഷ്യാലിറ്റി, ചേട്ടൻ ചെയ്യുന്ന ഒരു ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തോ? എല്ലാം ആണി വരെ ഹാൻഡാണ്, മെക്കാനിക്കലായിട്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാം ഹാൻഡാണ്, ഹാൻഡ് ക്രാഫ്റ്റ്. ഓക്കെ. പെയിന്റിംഗ് എല്ലാം വരച്ചേക്കുന്നത് ചേട്ടൻ തന്നെയാണ് വരച്ചേക്കുന്നത്. ഓക്കെ. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കഥകളി ഫിഗർ. ഇതെല്ലാം ഇടിത്തടിയുടെ വേര് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 2 ഐറ്റംസ്. നമ്മുടെ റിസോർട്ടിലൊക്കെ പോകുന്ന പോലത്തെ ഒരു ഫീൽ അല്ലേ? ഒരു ഹെറിറ്റേജ് റിസോർട്ട്. അതിൽ എന്തോ ഒന്ന് കൺസ്ട്രക്ഷനും ഇവർ ചെയ്തുള്ള ഇവരുടെ ഒരു എന്താ പറയുക, ഒരു എഫേർട്സ്, ക്രാഫ്റ്റ്സ് മാൻഷിപ്പ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് എന്ത് തോന്നുന്നു? അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഹൈജീനിക്കാണ്. ഒരു നമ്മുടെ പാരമ്പര്യം വിട്ടു പോകാണ്ട് തന്നെ മാക്സിമം ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് ട്രഡീഷണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസും പ്രൊമോഷനും എല്ലാ കാര്യങ്ങളും ഉണ്ട്. സോ അടുത്ത് കയറുന്ന വൈറ്റ് വുഡ് ക്രാഫ്റ്റ്സ്. സോ അതെ, കയറിയപ്പോഴത്തേക്കും കറണ്ട് പോയി കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, പല ഐഡിയൽസ് ഉണ്ട്, പല വിഗ്രഹങ്ങളുടെ, പല മൂർത്തികളുടെ പല വിഗ്രഹങ്ങളായിട്ട്. എന്നെക്കാട്ടിലും വലിയൊരു നിങ്ങളിതേ ഒരു അത്ഭുതം കാണാൻ പോവുകയാണ്. ഇത് കണ്ടില്ലേ, വിശ്വരൂപം എന്ത് വലുതാ നോക്കിയേ. 2.5 വർഷം എടുത്ത് ചെയ്തൊരു ഇതാണെന്ന് പറഞ്ഞേ. സോ ഇപ്പോൾ കറണ്ട് വന്നു, കാണാൻ പറ്റുമായിരിക്കും നിങ്ങൾക്ക്. കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൊത്തുപണികളും കാര്യങ്ങളൊക്കെ. പിന്നെ കറണ്ട്
ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് നാഗപ്പൻ ചേട്ടനാണ് ഇത് മാനേജ് ചെയ്യുന്നത്. ചേട്ടാ ഇത് എത്ര വർഷം എടുത്താൽ ഇത് ചെയ്യും? 2.5 വർഷം കഴിഞ്ഞു. 2.5 വർഷം എടുത്താൽ ചെയ്തത് വിശ്വരൂപം. ചേട്ടാ ഇപ്പൊ ഫോണിൽ കാണിക്കുന്നുണ്ടായിരുന്നു മോഹൻലാൽ സാറിന് എല്ലാവർക്കും കൊടുക്കുന്ന ചേട്ടൻ തന്നെയാണ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ചേട്ടാ ഇതിന്റെ സ്പെഷ്യാലിറ്റി, ചേട്ടൻ ചെയ്യുന്ന ഒരു വർക്കിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ എന്ത് പറയും ചേട്ടൻ? നമ്മളിതിൻ്റെ ഇത് പറയുന്നത് വിശ്വരൂപം. പറഞ്ഞു. അപ്പം ആ വിശ്വരൂപത്തിൻ്റെ ഒരു കഥാസാരം എന്ന് പറയുന്നത്, നമ്മളിത് ഈ കൗരവരും പാണ്ഡവരുമായുള്ള യുദ്ധസമയത്ത് പിന്നെ ഭീഷ്മരും ദ്രോണരുമെല്ലാം ഈ അർജുൻ്റെ മുന്നിലേക്ക് വരും. ആ മുന്നിലേക്ക് വരുമ്പോഴത്തേക്ക് അർജുനൻ തേരിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും, ഇല്ല ഞാനില്ല യുദ്ധത്തിന്, കാരണം എൻ്റെ ബന്ധുക്കളാണ് നിൽക്കുന്ന മുന്നിലല്ല, ഞാൻ വധിക്കേണ്ടതെല്ലാം അവരെയാണ്, എൻ്റെ പിതാമകനും എൻ്റെ ഗുരുക്കളുമാണ് അവരെല്ലാം, അതുകൊണ്ട് ഞാൻ ഈ യുദ്ധത്തിനില്ല എന്ന് പറഞ്ഞ് തേരിൽ നിന്ന് തറയിലിറങ്ങി ഗാന്ധീവം തറയിൽ വയ്ക്കും. തറയിൽ വയ്ക്കുമ്പോഴത്തേക്ക് കൃഷ്ണൻ തേരിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയും, അർജുനത്ത് പറയും, ഇത് ഒരു ധർമ്മയുദ്ധമാണ്. ധർമ്മം സത്യം ജയിക്കണം, അതിനു വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് നമ്മളിവിടെ നടത്തുന്നത്. ഇത് നീയല്ല ചെയ്യുന്നത് ഞാനാണിത് ചെയ്യുന്നത്. ചെയ്യിപ്പിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും എല്ലാം ഞാനാണ്. ഈ ഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും ഞാനാണ്. അത് ദേവനായിരുന്നാലും അസുരനായിരുന്നാലും മരങ്ങളായാലും വെള്ളമായാലും അഗ്നിയായാലും എല്ലാം ഞാനാണ്. ഇതാ നോക്കെന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ ചൂണ്ടി കാണിക്കുന്നത്. ആ മഹാഭാരത യുദ്ധ സമയത്ത് ഈ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിലെല്ലാം അതിൻ്റെ എല്ലാ അംശങ്ങളും നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് അസുരഗുരു, ദേവഗുരു, ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. എല്ലാം. അപ്പം നമ്മൾ ഇതാണ് എല്ലാം ഞാനാണ്. അതുകൊണ്ട് നീ ഇതിലൊന്നും ചെയ്യുന്നില്ല, നിന്നെ വിട്ട് ചെയ്യിപ്പിക്കുന്നത് ഞാനാണ്. ധർമ്മം ചെയ്യിക്കാൻ വേണ്ടി ചെയ്യിപ്പിക്കുന്നതാണ്. അങ്ങനെ തിരിച്ച് ഇത് കണ്ട് തിരിച്ച് തേരിൽ കയറുകയും യുദ്ധം ആരംഭിക്കുകയും പാണ്ഡവർ വിജയിക്കുകയും ചെയ്യും. അങ്ങനെ അത് ആ വിശ്വരൂപമാണത് കാണിക്കുന്നത്. അപ്പം നമ്മൾ അതിന്റെ വിശ്വരൂപത്തിന്റെ പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം ഞങ്ങൾ ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട്. മഹാഭാരതത്തിന്റെ ഒരു 7 എടുത്തിട്ട് അതില് ഒരു സ്റ്റോറി 4 സൈഡും ഇതിൽ നമ്മൾ കുത്തിവെച്ചിട്ടുള്ളത് മഹാഭാരതത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ്. മഹാഭാരതത്തിന്റെ ഒരു സ്റ്റോറിയുടെ ഒരു 7 എടുത്താണ് ഇത് ഫുൾ ചെയ്തേക്കുന്നത്. 2.5 വർഷം എടുത്തു. 2.5 വർഷം കൊണ്ട് ഞങ്ങൾ 8 പേര് ഇതിന്റെ വർക്കിലാണ്. ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലാൽ സാറിന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകും. ഇത് മോഹൻലാൽ സാർ നമ്മുടെ ലാലേട്ടനെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നേ അല്ലേ? ഞങ്ങൾ 6 അടി ഹൈറ്റുള്ള അപ്പൊ അത് കണ്ടപ്പോഴാണ് വീണ്ടും ലാൽ സാറുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ ഏറ്റവും വലിയ വിഗ്രഹമായിരിക്കണം. ഏറ്റവും വലിയ ഇതുപോലത്തെ വിഗ്രഹം പുറത്ത് കാണരുത്. അപ്പം ഇതിപ്പോ നമ്മുടെ ഈ വിശ്വരൂപം ഈ തടിയിൽ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹം. കാരണം തടിയിൽ വിശ്വരൂപം ഇതുവരെ ചെയ്തിട്ടില്ല. തടിയിൽ ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വരൂപമാണ് ഈ ചെയ്തേക്കുന്നത്. മറ്റുള്ള വിഗ്രഹങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഗണേശൻ, നടരാജൻ, മറ്റേ ബുദ്ധൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് വിഗ്രഹങ്ങൾ വന്നിട്ടുണ്ട്. മഹാഭാരത വിശ്വരൂപം ഇത് ആദ്യത്തെ വിഗ്രഹം. മഹാഭാരതത്തിന്റെ ഒരു സ്റ്റോറി ചെയ്യുന്നതും ആദ്യമാണോ അതോ വിശ്വരൂപത്തിൽ? മഹാഭാരതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് വിശ്വരൂപം. ആ വിശ്വരൂപം തടിയിൽ നിർമ്മിച്ച ഏറ്റവും വലിയ വിഗ്രഹമാണ്. ഇതിൽ തന്നെയാണ് എല്ലാം അടങ്ങിയിട്ടുള്ളത്. അത് പുള്ളിക്കാരൻ അതിന്റെ രൂപം കാണിച്ചു കൊടുക്കുമ്പോഴാണ് അർജുനൻ യുദ്ധം തുടങ്ങുന്നത്. വീണ്ടും യുദ്ധം തുടങ്ങുന്നത് അങ്ങനെയാണ്. സോ അടുത്ത കേരള മ്യൂറൽ ആർട്സ്. ഇതെല്ലാം പലതരത്തിലുള്ള മ്യൂറൽ ആർട്സ് ആണ്. വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്. പലതരം ഡ്രോയിങ്സ് എല്ലാം താഴെയുണ്ട്. എന്ത് മനോഹരമായിട്ടുണ്ടല്ലേ. ഇതൊക്കെ തുണിയാണ്, മ്യൂറൽ ആർട്ട് തുണിക്ക് ചെയ്തിട്ട് സാരിയാൻ തോന്നുന്നു. സോ പലതരത്തിലുള്ള ക്രാഫ്റ്റ്സ് അവൈലബിൾ ആണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ ഒരു ബിജു അഴിക്കോടെന്നാണ്. ബിജു അഴിക്കോട്. അഴിക്കോട് സ്ഥലത്തിൻ്റെ പേരാണ്. ഓക്കെ. ചേട്ടൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്.
ചേട്ടന്റെ രീതിയിൽ എന്ത് സ്പെഷ്യാലിറ്റിയാണ് ചേട്ടൻ വർക്കിന്? ഡോട്ടഡ് വർക്കാണ് ചെയ്യുന്നത്, വാഷിംഗ് വർക്കാണ് ചെയ്യുന്നത്. ഇത് മുഴുവൻ ഡോട്ട് ഇട്ടാണ് ഇതിന്റെ ഷെയ്ഡിങ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത ഇത് കേരളത്തിന്റെ മ്യൂറൽ പെയിന്റിംഗ് എന്ന് പറയും, ട്രഡീഷണൽ പെയിന്റിംഗ് ആണ്. ട്രഡീഷണൽ പെയിന്റിംഗ്, അതെ. അപ്പോൾ ചേട്ടൻ ഡോട്ട് ഇട്ട് ചെയ്യുന്നത്? ഡോട്ടാണ് ചെയ്യുന്നത്, ഈ വർക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇത് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റുന്ന ഫുൾ ഡോട്ടാണ്, എല്ലാ വർക്കും ഡോട്ടായിരിക്കും. ഓക്കെ. ഇതിൻ്റെ അകത്ത് സ്മോൾ ഡോട്ട്സ് ഉണ്ടല്ലേ? ഓക്കെ. ഡോട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് അല്ലേ? അത് ഗ്യാപ്പാണ്, കുത്തുകൾ, ചെറിയ കുത്തുകൾ യൂസ് ചെയ്തിട്ടുള്ള വർക്ക്സ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ. ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങളൊന്ന് നോക്കി അറിയാൻ പറ്റും, ഇതിനകത്ത് ഓരോ ഡോട്ട്സ് ഉണ്ട്, മൈന്യൂട്ട് ഡോട്ട്സ് ഉണ്ട്. അങ്ങനെയാണ് ചേട്ടൻ ഈ വർക്ക് ചെയ്തേക്കുന്നത് മ്യൂറൽ ആർട്ടിൽ. നല്ലൊരു പെൻഡിലൊക്കെ ഉണ്ട്. സോ നമ്മൾ തൽക്കാലത്തേക്ക് സംസാരിക്കാൻ വേണ്ടി മാസ്ക് മാറ്റും. നല്ല മനോഹരമായിട്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കപ്പലിൻ്റെ പല രൂപങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ചേട്ടൻ അവിടുന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്തോ? ശശി ചേട്ടൻ. എവിടുന്നാ? കോഴിക്കോട് ബേപ്പൂര്. ചേട്ടൻ്റെ സ്പെഷ്യാലിറ്റി എന്തോ ഈ ചെയ്യുന്ന വർക്കിൽ? ചേട്ടൻ്റെ രീതിയിലുള്ള പല ഇപ്പം നമ്മൾ വെള്ളത്തിലൂടെ ഓടുന്ന എല്ലാ സാധനവും വെള്ളത്തിലൂടെ പിന്നെ 10 മൈലിയാവും ഒരു എന്ന് പറഞ്ഞു. ഒരു പണ്ട് പേർഷ്യയിലേക്ക് പണ്ടത്തെ കഥകളിലുള്ളതാണ് ഇപ്പൊ ഈ ചെയ്തിരിക്കുന്നത്. ഇനി വേറെ ഐറ്റംസ് ഉണ്ട്. ഇപ്പം അവിടേക്ക് ഖത്തറിലേക്ക് കൊണ്ടുവന്നത് പിന്നെ ടൂറിസ്റ്റ് അതിന്റെ മോഡൽ വേറെ ഉണ്ട്, അത് ഞാൻ ഉണ്ടാക്കിയില്ല. പല മോഡൽ ഉണ്ട്. പിന്നെ അറബികൾ ഒത്തിരി മോഡൽ ഉണ്ട്, മോഡൽ ഉണ്ട്. പിന്നെ അങ്ങനെ പല ഇന്ത്യന്റെ ഒരു കുട്ടിയെന്ന് പറഞ്ഞ സാധനം. ബേപ്പൂരിലെ ഒരു ഹിസ്റ്ററി ഉണ്ടല്ലോ, അതിന്റെ ബേപ്പൂരിലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇതേ ഈ ബേപ്പൂരിന്റെ പാരമ്പര്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ഇത് അറബിയൻ നാടുകളിലേക്ക് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് ഇവിടെ ബേപ്പൂരിൽ നിന്നാണ്. അന്ന് ഇന്ത്യൻ മെഷീനൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഈ പായ കോടിങ്ങായിട്ടാണ് ഇവിടെ ചരക്ക് കൊണ്ടുപോകുന്നത് ബേപ്പൂരിലേക്ക്. അങ്ങനെ അറബികളൊക്കെ ധാരാളം അവിടുന്ന് കാരൊക്കെ ആയിട്ട് വരും. അങ്ങനെ ഇവിടുന്ന് പിന്നെ ചരക്ക് വരുന്നുണ്ട്. ഇവിടെയാണിത് ഇപ്പൊ ഉണ്ടാക്കുന്ന മിഷൻ എന്തായാലും 10-50 വലിയ 10 മൈലി ഒരേ സമയത്ത് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. അത് പാരമ്പര്യം, അതാണ് അതിന്റെ ബേപ്പൂരിന്റെ പ്രത്യേകത. കാരണം അതാണ് ഈ പേർഷ്യയിലുള്ള പഴയ അറബികളൊക്കെ ബേപ്പൂരിന്, കോഴിക്കോടിനും ബേപ്പൂരിനും അത്ര പ്രാധാന്യം കിട്ടും. ചേട്ടനപ്പം ബേപ്പൂരിൽ നിന്ന് തന്നെയാണ്. ചേട്ടനും അപ്പം അതിന്റെ പിന്തുണായിട്ട് അപ്പൊ അതിന്റെ ഒരു മോഡലായിട്ട് ഇപ്പം വിദേശികളും പ്രദേശികളും ഒക്കെ അതിന്റെ ഒരു ഭയങ്കരമായിട്ട് ഈ വാഹനങ്ങൾ അതുകൊണ്ട് ഞങ്ങളുടെ ഇത് പേപ്പർ ക്രാഫ്റ്റ്സ് ആണ്. ഞാൻ ഒന്ന് എടുക്കട്ടെ, അകത്തൊന്ന് എടുത്തിട്ട്. ഇതെല്ലാം പേപ്പർ വെച്ച് ഉണ്ടാക്കിയത്, എല്ലാം പേപ്പർ വെച്ച് ഉണ്ടാക്കിയത്. ഇപ്പൊ കണ്ടില്ലേ? അയ്യോ എനിക്ക് അറിയാതെ കുറെ കിറ്റ്സ് എല്ലാം, പേപ്പർ കിറ്റ്സ് എല്ലാം ഇപ്പം നമ്മുടെ കേരള ഗവൺമെന്റ് പ്ലാസ്റ്റിക് എല്ലാം ബാൻ ചെയ്ത് അതിൻ്റെ പുറമേ കുറെ പേപ്പർ കിറ്റ്സ് കാര്യങ്ങൾ, ഇതെല്ലാം ആ കാണുന്ന ജ്വല്ലറി ടൈപ്പ് ഓഫ് കാര്യങ്ങളെല്ലാം പേപ്പർ വെച്ച് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾ കാണുന്നില്ല. നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, നല്ല എക്സ്ക്ലൂസീവ് ആയിട്ട് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. കളർഫുള്ളാണ്. വെള്ളാറ് തന്നെ. ചേച്ചിയാണ് ഇതൊക്കെ നോക്കി നടത്തുന്നത്. അപ്പോൾ ഇതെന്താ സ്പെഷ്യാലിറ്റി? ചേച്ചി ചെയ്യുന്നതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ? ഞങ്ങളുടെ ആദ്യം കവറ് പേപ്പറിൻ്റെ ന്യൂസ് പേപ്പർ തൊട്ട് തുടങ്ങിയതാണ്. കുഞ്ഞ് പേപ്പർ കവർ തൊട്ട് തുടങ്ങി 100ഓളം സാധനങ്ങൾ പേപ്പറിൻ്റെ ഐറ്റങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പ്ലാസ്റ്റിക്കിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള പ്രവൃത്തി അതിൽ കൂടെ തുടങ്ങിയതാണ്. ഒരു കുഞ്ഞ് കവറിൽ തുടങ്ങി ഇത്തരത്തിലുള്ള സംഗതികൾ ചെയ്തു വരുന്നു. പേപ്പറിൻ്റെ പേന, പേപ്പറിൻ്റെ കമ്മൽ, പേപ്പറിൻ്റെ മാല, ബ്രേസ്ലെറ്റ്, ഇങ്ങനെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ചെയ്തുകൊണ്ട് വള ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 5 പേരാണ് ജോലിയിലുള്ളത്. ഇപ്പോഴും ഇവിടെ ഇന്നലെ തൊട്ട് ഇവിടെ തുടങ്ങി. ഞങ്ങളിവിടെ വന്നിട്ട് 8 വർഷമായി. ഞങ്ങൾ ഇത് തുടങ്ങിയിട്ട് 19 വർഷമായി. 19 വർഷമായി. 13 വരായിട്ട് ഞങ്ങൾ തുടങ്ങി. വിവാഹം കഴിഞ്ഞ് പോയവരും വേറെ ഇതിൽ നിന്ന് വലിയ ശമ്പളം കിട്ടുന്ന ജോലിക്ക് പോയവരും മാറിപ്പോയി. ഞങ്ങൾ 5 പേരും.
സോ ഇനിയിപ്പം ക്രാഫ്റ്റ് വില്ലേജ് ഇതായിരിക്കും നിങ്ങൾ കണ്ടിന്യൂ ആ ചെയ്യും. ആ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്പേസും എല്ലാം കിട്ടി. കിട്ടി. സന്തോഷം, വളരെ സന്തോഷം. ഇങ്ങനെ ഇവരിങ്ങനെ ഈ ഇങ്ങനെ സർക്കാരിൽ നിന്ന് പിന്നെ അവരിങ്ങനെ ഈ ഇവിടെ ഇങ്ങനെ ഏറ്റെടുക്കാനും ഈ വെള്ളാർ ദേശത്ത് വരാനും ഇങ്ങനെ ഏറ്റെടുക്കാനും ഉണ്ടായത് നമ്മുടെ ഭാഗ്യം എന്നാണ് പറയാൻ. കാരണം 2-3-4 ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പോയി 8 വർഷം കൊണ്ട് അവരിത് ഈ സംരംഭം നടത്തിക്കൊണ്ട് പോയതാണ്. അവരെ കൊണ്ട് കഴിയാത്ത സംഭവങ്ങൾ ഇവർ വന്നതിന് ശേഷം അത് തുടങ്ങി അത് ചെയ്തു ഇത്തരത്തിലെത്തി. ഇനി ഇതിൽ നിന്നും നേർഗതി ഞങ്ങൾക്കും അവർക്കും ഉണ്ടാകുമെന്നുള്ള നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ അത് സന്തോഷം. സോ അടുത്ത സ്റ്റുഡിയോ മെറ്റൽ ക്രാഫ്റ്റ്സ് ആണ്. ഒരു സ്പാൻ ചെയ്യും, ഇവിടെ നിന്ന് ഒരു സ്പാൻ ചെയ്യും. സോ നിങ്ങൾക്ക് ഇതെല്ലാം മെറ്റലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാം മെറ്റൽ ചെയ്തേക്കുന്നത്, ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത്. വേദിക് മെറ്റൽ. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ശിവകുമാർ. ശിവകുമാർ. ഇത് നാഷണൽ അവാർഡ് കിട്ടിയ എൻട്രിയാണ്. 2013 നാഷണൽ അവാർഡ് കേരളത്തിൽ 20 വർഷത്തിന് ശേഷം നാഷണൽ അവാർഡ് കൊണ്ടുവരാൻ സാധിച്ചു. ഓക്കെ, കേരളത്തില് നാഷണൽ അവാർഡ് കിട്ടിയതാ ഈ ഒരു പെയിന്റിംഗ് അല്ല, ഈ ഒരു ആർട്ട്. അതെ, ഇതിന് ഇത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ്. ഓക്കെ, ചേട്ടൻ സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോ സർക്കാരിൽ അവിടെ വെച്ചിരിക്കുകയാണ് ഈ വർക്ക്. ഓക്കെ, ഇത് സർക്കാരിലാണ്. ഓക്കെ ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇതേപോലെ ഇതിപ്പോ ലൈവായിട്ട് രണ്ടുപേരുടെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന രണ്ടുപേരുടെ ഫിഗറാണ്. 2 ഡോക്ടർമാരാണ്. കോഴിക്കോടുള്ള. ഓക്കെ, ചേട്ടനപ്പോൾ കോഴിക്കോട്? ഞാൻ തിരുവനന്തപുരത്താണ്. തിരുമല. അപ്പോൾ ചേട്ടൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ ഈ ഒരു ഇത് വേദിക് മെറ്റൽ ആർട്ട് എന്നൊരു ആർട്ടാണ്. വേദിക് മെറ്റൽ ആർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രമേ ഉള്ളൂ. ചേട്ടൻ മാത്രമേ ഉള്ളൂ വേദിക് മെറ്റലിൽ ചെയ്യുന്നതാണ്. ഇത് ഇന്ത്യ മുഴുവനും അല്ല ലോകം മുഴുവനും നിലനിന്ന ഒരു കലയാണ്. അത് ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സംവിധാനമായത് ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്തു. ഞങ്ങളുടെ പൂർവികർ പറഞ്ഞുള്ള അറിവ് വെച്ചിട്ട് ഇതിനെ ഞാൻ ഒന്ന് പുനഃസൃഷ്ടിച്ചെടുത്തു. അതിന് ആദ്യത്തെ പ്രാവശ്യം വെച്ച ആ പ്രാവശ്യം തന്നെ എനിക്ക് നാഷണൽ അവാർഡ് കിട്ടാനും സാധിച്ചു. അതെ, തീർച്ചയായിട്ടും. ഇത് 9 മാസത്തെ വർക്കാണ്. 9 മാസം. അത് ആദിമാതാ പിതാ ഗുരുദേവ് എന്ന് പറയുന്നത് കൺസെപ്റ്റാണ്. ആദിമാതാ പിതാ ഗുരുദേവ് അത് എല്ലാ മതങ്ങളും പറയുന്ന ഈശ്വരൻ തന്നെയാണ് ആദിയിലെ നമ്മുടെ അമ്മയായിട്ടും അച്ഛനായിട്ടും ഗുരുവായിട്ടും വർദ്ധിച്ചത് എന്നുള്ളതിന് ആ ഒരു സംവിധാനമാണ്. അതുമാത്രമല്ല പ്രകൃതിയും പുരുഷനെയും നമ്മുടെ സങ്കല്പമനുസരിച്ച് ദൈവം ഒന്നെന്ന് പറയുന്നെങ്കിലും അതിനെ പ്രകൃതിയും പുരുഷനുമായിട്ടാണ് നമ്മുടെ ഭാരതീയ സങ്കല്പം. അതിന് സൂര്യൻ എന്ന് പറയുന്നത് പിതൃകാരകനും ചന്ദ്രൻ എന്ന് പറയുന്നത് മാതൃകാരകനുമാണ്. അപ്പോൾ ഈ സംവിധാനം വെച്ചിട്ട് ശരിക്കൊരു സ്ത്രീ പുരുഷ സംയോഗമാണ് അതിന് ചിത്രീകരിക്കുന്നത്. അതെ, ഇത് നമ്മുടെ ശ്രീമന്റെ ഒരു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. പിണറായി വിജയൻ സാറിന്റെ വേദിക് മെറ്റൽ. അങ്ങനെ കുറെ നല്ല വെൽ ക്രാഫ്റ്റഡ് ആണ്, നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് ക്വാളിറ്റി വൈസ് നല്ല രസമാണ്. അപ്പോൾ 28ഓളം കുട്ടികളെ ഞാൻ വേദിക് മെറ്റൽ സൗജന്യമായിട്ട് പഠിപ്പിച്ച് അവർക്ക് നാഷണൽ ഹാൻഡിക്രാഫ്റ്റ്സിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുകയും ചേട്ടൊരു ട്രെയിനർ കൂടിയാണ്. എല്ലാവർക്കും ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് വേദിക് മെറ്റൽ ആർട്ടിൽ. ഓക്കെ, താങ്ക് യു. എടുത്തിട്ട് ലാസ്റ്റ് ഇന്റർവ്യൂ തുടങ്ങി. സോ അടുത്ത സ്റ്റുഡിയോ എന്ന് വെച്ചാൽ ഡ്രൈ ഫ്ലവർ ക്രാഫ്റ്റ്സ് ആണ്. നല്ല അടുത്ത സ്റ്റുഡിയോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ വാങ്ങിച്ച് എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കളർഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്വാളിറ്റി മെയിൻറ്റൈൻഡാണ്. സോ നിങ്ങൾ കാണാം കാര്യങ്ങളൊക്കെ. ക്ലോസപ്പ് ചെയ്ത് കുറച്ച് അതിൻ്റെ നിങ്ങളാണോ ഇത് ചെയ്യുന്നത്? നിങ്ങളാണോ ചെയ്യുന്നത്? പേരെന്താ? മഞ്ജു. സോ മഞ്ജു ചേച്ചിയാണ് ഇത് ചെയ്യുന്നത്. എവിടെ സ്ഥലം?
ഇവിടെ വെള്ളാണ്. വെള്ളാരാണ്. ഓക്കെ. അതായത് ഇപ്പോൾ ഡ്രൈ ഫ്ലവർ ക്രാഫ്റ്റ്സ് അല്ലേ? ഓക്കെ. അതിന്റെ കോൺസെപ്റ്റ് എന്താ? ഇതെല്ലാം ഒറിജിനൽ പൂവാണോ അതോ അല്ല, ഡ്രൈ ആണ്, ഒറിജിനൽ അല്ല. ഒറിജിനൽ അല്ല, ആർട്ടിഫിഷ്യൽ ആണ്. നിങ്ങളുടെ സ്പെഷ്യാലിറ്റി എന്തോ ചെയ്യുന്ന വർക്കിന്റെ സ്പെഷ്യാലിറ്റി? ഇത് നാച്ചുറൽ ഇതാണ്. ഇത് ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കുന്നതാണ്. ഓക്കെ. കുറെ നാൾ നിൽക്കും. പേപ്പർ ആണെങ്കിലും പേപ്പർ അല്ല, ഇത് സോളോ വുഡാണ്. വുഡിന്റെ മെറ്റീരിയൽ. ഇതോ? ഇതൊരു സോളോ വുഡ്, പ്രത്യേകതരം മെറ്റീരിയൽ ആണ്, ഡ്രൈ ഫ്ലവർ എന്ന് പറയുന്നത്. ഓ ശരി. ഇത് കുറെ നാൾ നിൽക്കും. ഇതൊക്കെ ആൾക്കാർക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടുന്നത് സെയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഇന്റർമീഡിയറ്റ്സും കൂടാണ്ട് നിങ്ങൾക്ക് നേരെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് വന്നിട്ട് കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവരുടെ ആർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ആർട്ടിസ്റ്റായിട്ട് നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നതാണ്. എടുക്കാം. സോ ഇത് സ്ക്രൂ പൈൻ ക്രാഫ്റ്റ് ആണ്. ബോർഡ് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് അകത്തോട്ട് കിടന്നിട്ട് കാര്യങ്ങൾ വിഷ്വൽസ് എല്ലാം കാണിക്കാം. ഇതൊക്കെ ഒന്ന് എടുക്കാം. നമുക്ക് ഒരു വിഷ്വൽസ് എടുത്തിട്ട് ചേച്ചിയാണ് ഇത് ചെയ്തെടുക്കുന്നത്. ചേച്ചി എത്ര വർഷമായിട്ടുണ്ട്? എത്ര മാസം പറഞ്ഞില്ല, കുറച്ചാളുണ്ട്. എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നു? ഞാൻ 35 വർഷം. 35 വർഷം. ചേച്ചി 35 വർഷമായിട്ട്. പേരെന്താ? രമണി. ഇവിടെ തന്നെ? അല്ല, തഴവായി ഇതാണ് പൈൻ. 2 ലെയർ ഉണ്ട്, 2 സ്റ്റിച്ചിങ് ഉണ്ട്. ഓക്കെ. ഇത് 2 ലെയർ ആയിട്ട് ചെയ്തേക്കും, കുറച്ചുകൂടെ കംഫോർട്ടിന് വേണ്ടി അല്ലേ? ഓക്കെ. ഇത് എത്ര ആൾ കഴിഞ്ഞാലും പോകത്തില്ല, കെട്ടും പോകത്തില്ല. പായ ചെയ്യും. പായ വെള്ളം ഒഴിക്കാതിരുന്നാൽ മതി. വെള്ളം വീണാലും ഉണ്ട്. വെള്ളം വീണ ഉണക്കിയെടുക്കാം, വെള്ളത്തിൽ ഇടരുത്. ചേച്ചിയാണ് എൻ്റെ നടത്തുന്നത്. ആൻറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ എടുത്തത്. എൻ്റെ പേര് നിഷ. എവിടുന്ന? വെള്ളാറ്, അടുത്താണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്താണ് പബ്ലിക്കിനൊക്കെ പറയുകയാണെങ്കിൽ എന്താ പറയുകയാണെങ്കിൽ? പഴമക്കാരെ ഏറ്റവും കൂടുതൽ ഇതിലല്ലേ, ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. അവർ വന്ന ഉടനെ ഇത് കാണുമ്പോൾ തന്നെ ഇത് എന്തോ സാധനം എന്ന് കേട്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ നല്ല വയസ്സുള്ള ആൾക്കാർ വന്നിട്ട് പറയുന്നുണ്ട് ഇത് നല്ല വാദം, പല രോഗങ്ങൾക്ക് ഇത് നല്ലതാണ് എന്ന് പറയുന്നു. ഇതിലാണ്. പക്ഷെ ഇപ്പൊ ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഉപയോഗിക്കുന്നുണ്ട്. ഇന്നലെ വന്ന് 2-3 പേര് ഞങ്ങൾക്ക് ഓർഡർ പറഞ്ഞു. വില ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് അവർ പോയിട്ട് പിന്നെ വരാമെന്ന്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പായൊക്കെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ പായ ഇത് പറഞ്ഞുള്ള ബാഗും കാര്യങ്ങളെല്ലാം ആ മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ പർച്ചേസ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് ആർട്ടിസ്റ്റായിട്ട് സംസാരിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കാര്യങ്ങൾ. ചേച്ചി എത്ര വർഷമായിട്ട്? ഇല്ല, ഞാൻ ആൻറ്റി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ പഠിച്ച വേറെ ക്രാഫ്റ്റാണ്. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാൻ ആൻറ്റിയുടെ കൂടെ വന്നു. ചേച്ചിയാണ് ഇതിൻ്റെ മെയിൻ നടത്തുന്നത്. സോ നമ്മുടെ എൻട്രൻസിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തോട്ട് കയറിയാൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഒരു ചെറിയൊരു എംബോറിയം ഉണ്ട്. ഇവിടെ ഒരു വലിയൊരു ഹ്യൂജ് വോൾ ആർട്ട് ഉണ്ട്. നല്ല രസമുണ്ട്. നല്ലൊരു ഫീൽ ഗുഡ് പ്ലേസ്. ചെറിയൊരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരു എന്താ പറയുക, വൈകിട്ടൊക്കെ ഒന്നിവിടെ നിൽക്കാനൊക്കെ പറ്റിയ ഒരു അന്തരീക്ഷം, ഒരു വൈബാണ്. ഇത് എംബോറിയാണ്. നമ്മളിതേ അകത്തോട്ട് കയറുന്നതായിരിക്കും. സോ നമ്മൾ എംബോറിയത്തിലോട്ട് കയറുവാണ്. ഒരു മിനിറ്റ്. ഇപ്പോൾ ഇവിടെ കുറേ ആർട്സും ക്രാഫ്റ്റ്സും എല്ലാം ഉണ്ട്. അതെ, തിളങ്ങുന്നുണ്ടോ? ഇത് AC ആണ്. സോ നിങ്ങൾ സ്വെറ്റ് ആവത്തില്ല. കുറച്ച് നല്ല രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ. ഇതേ കണ്ടില്ലേ?
സോ ഇത് ഇവിടെയും ഒരു എന്താ പറയുക ക്ലോത്ത് കൊണ്ട് ചെയ്തേക്കുന്ന കുറേ വർക്ക്സും വുഡ് കൊണ്ട് പല രീതിയിലുള്ള പല ടൈപ്സ് ഓഫ് വുഡ്സ് കൊണ്ട് ചെയ്തേക്കുന്ന കുറേ ആർട്സും ക്രാഫ്റ്റ്സൊക്കെ ഉണ്ട്. ഇത് കുറേ ഉണ്ട് കേട്ടോ കാണാൻ. കുറേ ക്ലോത്തിൻ്റെ നമ്മളവിടെ കണ്ട അതേപോലത്തുള്ള കുറേ ക്ലോത്ത്സിൻ്റെ ഷോ കേസസും ഉണ്ട് എംപോറിയത്തിൻ്റെ അകത്ത്. സോ കഥകളി പല നമ്മുടെ കേരള ട്രഡീഷണൽ എന്താ ആർട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇവിടെ എന്തോ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ സ്കെച്ച് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എന്തോ ചെറിയ ലീവ്സൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ ഓരോരോ പെയിൻറ്റിങ്സ്, ടിപ്പിക്കൽ ടൈപ്സ് ഓഫ് പെയിൻറ്റിങ്സ്. സോ ഈ എംപോറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ട 28 സ്റ്റുഡിയോസ് ഇല്ലേ, അവിടുത്തെ കുറേ ആർട്സൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇന്ത്യക്ക് പുറത്തുനിന്നും ഉള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സോ മോസ്റ്റ്ലി എല്ലാം ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്, ഹാൻഡ് മെയ്ഡാണ്. സോ നിങ്ങൾ വരിക, എംപോറിയം കൂടി വിസിറ്റ് ചെയ്യുക, മറക്കല്ലും. എംപോറിയം വേറെ സെക്ഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. സോ അതൊക്കെ നിങ്ങൾ സംസാരിച്ച്, ഇവിടെ കുറേ അസിസ്റ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്. നിങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യും. അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ULCCSൻ്റെ കൺസ്ട്രക്ഷൻ അതിഗംഭീരമാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ലൈറ്റ്സ് കണ്ടില്ലേ, ഈ ചെയ്തേക്കുന്ന ലൈറ്റ്സും ഓരോ സ്ട്രക്ചേഴ്സിനും അവിടെ കൊടുത്തേക്കുന്ന ലൈറ്റ്സ് ഉണ്ടല്ലേ, അതൊക്കെ എന്താ പറയുക ഒരു വേൾഡ് ക്ലാസ് എന്താ ഒരു മ്യൂസിയം അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് തിയേറ്ററിൽ ചെയ്യുന്ന പോലെ നല്ല രീതിയിലുള്ള ഓരോ കൺസ്ട്രക്ഷൻസാണ് ULCCSൻ്റെ. ഇതെന്താ പറയുക ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഈ എംപോറിയം അറിയപ്പെടുത്തതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സോ നമുക്കിനി ഇവിടെയുള്ള നമ്മുടെ ഓൾമോസ്റ്റ് ബ്ലോഗ്സ് എല്ലാം തീർന്നു. ഇതിപ്പം ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു 2 വീക്സിനപ്പുറമാണ് ബാക്കി കുറേ കാര്യങ്ങളൊക്കെ വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളൊരു സമയമെടുത്ത് ഇവിടെയൊക്കെ എല്ലാവരും വിസിറ്റ് ചെയ്യുക. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്, വെള്ളാർ, ട്രിവാൻഡ്രം. സോ ഇനി നമുക്ക് കുറച്ച് പുറത്തുള്ള ഔട്ട്ഡോർ സീനറീസ് കാണാം. ഇവിടെ ഒരു സ്നാക്ക് ബാർ റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ മുകളിൽ എന്തൊരു സ്വിമ്മിംഗ് പൂൾ എന്തോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം എന്താ ഉള്ളതെന്ന്. ഓക്കെ, എടുത്തോ. ഓളൊക്കെ കണ്ടോ, നല്ല ഓരോ പെയിന്റിങ്സും ഉണ്ട്. ഓരോ ഓളം ജസ്റ്റ് ഇപ്പോൾ പ്ലെയിൻ ആയിട്ടില്ല, ഒരു ഓളം എല്ലാത്തിലും എന്തെങ്കിലും ഒരു കല വിരുന്ന് പ്രകടമായിട്ടുണ്ട് എല്ലാത്തിലും. ഇതൊക്കെ നല്ല ഹൈ ക്വാളിറ്റി ഫുഡുമാണ് നമുക്ക് വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ആൾക്കാർക്കൊക്കെ ഇവിടെയൊക്കെ വന്ന് നമുക്ക് വേണമെങ്കിൽ വന്ന് ഇരിക്കാം. വിസിറ്റേഴ്സിനൊക്കെ വന്ന് ഇരിക്കാനുള്ള സർവീസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, കുറേ പേർക്ക് വന്നിരിക്കാം. കണ്ടില്ലേ, നമ്മൾ താഴെ നിന്ന് കണ്ട പെയിൻറ്റിങ്ങിൻ്റെ മുകൾ വശം. സോ ഇത് നമ്മുടെ ആർട്ട് ഗാലറിയാണ്. ഇതിപ്പോൾ ആക്ച്വലി ഫുള്ളി ഓപ്പൺഡ് അല്ല, എന്നാലും ജസ്റ്റ് ആർട്ട് ഗാലറിയുടെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കാം. കുറച്ച് സോ ഈ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങളും വർക്ക്സൊക്കെ നടക്കുവാണ്. കൺസ്ട്രക്ഷൻ തീർന്നില്ല ഫുള്ളായിട്ട്. സോ ഇത് ആക്ച്വലി ഇനോഗ്രേറ്റ് ചെയ്തിട്ടില്ല. അമ്പിളി ചേച്ചി അല്ലേ? അമ്പിളി ചേച്ചി. എവിടെ ചേച്ചിയുടെ വീട്? കോഴിക്കോടാണ്. ഓക്കെ, അമ്പിളി ചേച്ചിയാണ് ഈ ആർട്ട് ഗാലറിയുടെ ക്യൂറേറ്റർ. സോ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഒന്ന് പറഞ്ഞു തരുമോ?
ഇതിന് ഷോന്റെ പേര് ഓവിയം എന്നാണ് ഷോന്റെ പേര് ഇരിക്കുന്നത്. അതായത് ഒരു 1960 മുതലുള്ള പെയിന്റിങ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത് മുതൽ പുതിയ ഇപ്പം നിലവിലുള്ള എമർജിങ് ടാലൻസിന്റെ വരെയുള്ള പെയിന്റിങ്സ് ഉണ്ട്. അപ്പം ഇതിലെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചിത്രം എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന്റെ മാത്രമല്ല, ആ ചിത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ സ്വന്തമല്ല. അത് ചിത്രം നമ്മുടെ ചിത്രകല എന്ന ഒരു മേഖലയ്ക്കുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആർട്ടിസ്റ്റ് ഒരു ചിത്രം ചെയ്യുന്നത് അതിൻ്റെ മുന്നേയുള്ള ഒരു പെയിൻറ്റിങ്സിന് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ പെയിൻറ്റിങ്ങിന് എന്തെങ്കിലും ഒരു സാധനം ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ബിംബം അല്ലെങ്കിൽ ഒരു ശൈലി എടുത്തിട്ടൊക്കെ ആയിരിക്കും അതിനെ ഇന്നോവേറ്റ് ചെയ്തിട്ടായിട്ട് അയാൾ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അയാളെടുക്കുന്ന ആ ആർട്ടിസ്റ്റിൻ്റെ അടുത്തുനിന്ന് വരുന്ന തലമുറ വീണ്ടും അതെടുത്താണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്വന്തമായിട്ടുള്ളതല്ല ഒരു ചിത്രവും. അത് ചിത്രകലാ മേഖലയ്ക്കുള്ള ഒരു എന്താണ് ഒരു അങ്ങനെയായിട്ടാണ് അത് ഇതിനെ ഓവിയം മുന്നോട്ട് വെക്കുന്നത്. ഒന്നും ഒരു വ്യക്തിയുടെ സ്വന്തമല്ല. അത് ചിത്രകലാ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ മനുഷ്യരെ നൽകുന്ന കോൺട്രിബ്യൂഷനാണ്. അത് ആ മേഖലയെ ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും വളർത്തിക്കൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഓവിയം മുന്നോട്ട് വെക്കുന്നത്. വളരെ വളരെയധികം സന്തോഷം. താങ്ക് യു. ഇതെല്ലാം പർച്ചേസിങ്ങിനും കൂടി വെച്ചേക്കുന്ന ഇഷ്ടപ്പെട്ട് പല റേഞ്ചസിലുള്ള പല സ്റ്റൈലിലുള്ള ആൾക്കാരെ പല റേഞ്ചിലുള്ള ആൾക്കാരെ വർക്കുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയാണ് ഇതിന്റെ റേറ്റ് ഒന്നും നല്ല എന്താ പറയാ വ്യത്യസ്തത ഉണ്ടാവും. ഇത് കണ്ടില്ല, നല്ല മനോഹരമായിട്ട് എന്ത് വലുതാ നോക്കി. മ്യൂറൽ പെയിന്റിങ്സ് അല്ലേ? സോ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ പല കാഴ്ചകൾക്ക് വ്യത്യസ്തത നടത്തുന്നു. എന്ത് മനോഹരമായിട്ടുണ്ട്. പെയിന്റിങ് എടുത്തോണ്ട് വരിക ചെയ്തിട്ടുണ്ട്. അവരെ ഒരു തരത്തിൽ നമ്മളെ കാരണം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണല്ലോ. കോവിഡിന്റെ ഒരു സിറ്റുവേഷനിൽ ആർട്ടിസ്റ്റുകളൊന്നും വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കാതെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ അവരെ തന്നെ പെയിന്റിങ്സ് അവരെ ലൊക്കേഷനിൽ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ചെയ്യാം. തിരിച്ച് അതേപോലെ അവരെ ഏൽപ്പിക്കുകയും ചെയ്യും. അതിന്റെ ഒരു പ്രത്യേകത കൂടെ ഈ ഷോനുണ്ട്. ഓവിയം എന്നാണ്. ഓവിയം എന്ന് പറയുന്നത് നമ്മുടെ തമിഴ് ഭാഷയിൽ തന്നെയാണ് ഓവിയം എന്നുള്ളത്. ഓവിയം എന്ന് പറഞ്ഞാൽ ചിത്രം, ശില്പം എന്നൊക്കെ അർത്ഥമാണ്. ഇവിടെ മാപ്പുണ്ട്, നിങ്ങൾക്ക് അക്സസ് ചെയ്യാം. കാരണം കുറച്ച് വലിയ ഏരിയ ആയതുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമ്പർ ഇട്ടിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തോ കുറേ കാര്യങ്ങളൊക്കെ ഇനി വരാറുണ്ട്. സോ ഒരു ഇനോഗ്രേഷനൊക്കെ ഏതാണ്ട് കുറച്ചൊക്കെ ആയിട്ടുള്ള കുറച്ച് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇതൊരു ഹട്ട് ടൈപ്പ്, നമ്മൾ ആ കണ്ട സ്റ്റുഡിയോസിൻ്റെ വേറൊരു 3-4 സ്റ്റുഡിയോസ് വരുന്ന രീതിയിൽ ഹട്ട് ടൈപ്പിൽ സ്റ്റുഡിയോസ് കാണും ഇതിൻ്റെ അകത്ത്. സോ എൻ്റെ പേര് കൊടുത്തേക്കുന്ന നാച്ചുറൽ ട്രെയിലാണ്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾ നേരെ കാണുന്ന പോയിന്റില്ല കയറി പോകുന്നത്, അത് ഒരു സൺസെറ്റ് വ്യൂ പോയിന്റ്. അങ്ങ് പോവാം, നമുക്കത് കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. ഇപ്പോൾ ഇവിടെ ഒരു പോണ്ടുണ്ട്, കൊള്ളാം. നല്ല രീതിയിൽ ആക്ച്വലി സ്വിമ്മിംഗ് പൂളിൻ്റെ ടൈപ്പിലൊക്കെയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. കുറച്ച് നല്ല ക്വാളിറ്റി കൺസ്ട്രക്ഷൻസ് ആണ്. പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു സ്നാക്ക് ബാർ ഉണ്ട്. സോ നമുക്ക് അങ്ങോട്ടൂടെ ഒന്ന് പോവാം, പോയിട്ട് വരാം. സോ ഇതാണ് പോണ്ട്. പോണ്ടെന്ന് പറഞ്ഞാൽ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. പിന്നെ അതെ ആ നേരെ കാണുന്ന അവിടെ ആംഫി തിയേറ്റർ ഉണ്ട്. സോ ഒരു 1000 പേർക്ക് ഇരിക്കാമെന്നാണ് പറഞ്ഞത് ആംഫി തിയേറ്ററിൻ്റെ അകത്ത്. ഇവിടെ അത്യാവശ്യം കാറൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും, കാർ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഇവരുടെ കൺസ്ട്രക്ഷൻസ് എടുത്ത് പറയേണ്ടതാണ്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് വെൽ ക്രിയേറ്റഡ് ഒരു സ്പേസാണിത്. ഇതാണ് ആംഫി തിയേറ്റർ. 1000 പേർക്ക് ഇരിക്കാമെന്നാണ് അവർ പറഞ്ഞത്. സോ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആംഫി തിയേറ്ററിൻ്റെ ഇത് കൺസേർട്ട് ഹാളാണ്. അതാ സോ ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടത് ഒരു സിനിമാ തിയേറ്റർ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു ഇനോഗ്രേഷൻ ഇതിൻ്റെ. സോ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി വന്നാൽ നിങ്ങൾക്കിത്
ഇവിടുത്തെ ബാങ്കറ്റ് ഹോള്, ഇതിൻ്റെ അകത്ത് ഓഡിറ്റോറിയം ഉണ്ട്, ഇതിൻ്റെ അകത്തൂടെ പാസ് ചെയ്യാൻ. ഈ പറഞ്ഞ പോലെ തന്നെ കിച്ചണും ഉണ്ട് ഇവിടെ. അതായത് റെസ്റ്റോറൻറ്റും സ്നാക്ക് ബാർസൊക്കെ അവൈലബിളാണ്. ഒരു വേൾഡ് ക്ലാസ് സെറ്റപ്പിലാണ് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് വേണമെങ്കിൽ അകത്ത് കിച്ചൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെ നോക്കാം. കാര്യങ്ങളൊക്കെ വാഷ്റൂമും കാര്യങ്ങളൊക്കെ വെൽ എക്യുപ്ഡാണ്. ഒരു വലിയൊരു സീറ്റിംഗ് കപ്പാസിറ്റി തന്നെയാണ്. 2 പേർക്ക് ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം, ഫാമിലിക്ക് ഇരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. പറഞ്ഞ പോലെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആൻഡ് എന്താ പറയുക, ഇത് എല്ലാം തന്നെ ULCCസിൻ്റെ ഒന്നിനൊന്ന് മെച്ചമാണ്. ഓരോ എന്താ പറയുക, സ്റ്റുഡിയോസ് ആണെങ്കിലും ഓരോ ചെയ്തേക്കുന്ന ഓരോ വർക്ക്സ് ആണെങ്കിലും. ഇപ്പം ചിലവർക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ ഇത് നേരെ വ്യൂ കാണുന്നത് തന്നെ പൂളിലോട്ടുള്ള വ്യൂ ആണ് കാര്യങ്ങളൊക്കെ. സോ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കൊള്ളാം. താങ്ക് യു. എടാ എങ്ങനെയുണ്ട് നിൻ്റെ റിവ്യൂ പറ? ഫുഡ് അടിപൊളി. എന്തും ഇഷ്ടപ്പെട്ടെ? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇത് ഈ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, ഇതൊരു ചില്ലി ടൈപ്പ് സോസാണ്. ഇതിൻ്റെ അകത്ത് ഹോട്ടുമാണ്, കുറച്ച് ബിറ്ററുമാണ്, പക്ഷേ അതായത് പിന്നെ സ്വീറ്റുമാണ്. ചോറുമുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഫ്ലേവറാണ്. പക്ഷേ നല്ല രസമുണ്ട്. ഈ കട്ട്ലേറ്റിൻ്റെ കൂടെ മുക്കി തിന്നാൽ സൂപ്പറാണ്. സോ അതിൽ ഡിപ്പ് തീർന്നുകൊണ്ട് ഇത്രയും ഫ്രഞ്ച് ഫ്രൈസ് തീർക്കാൻ അതിൽ രണ്ടാമതൊരു ഡിപ്പ് ഓർഡർ ചെയ്തതായിരിക്കുന്നു. ഫുള്ള് തീർത്തില്ലെങ്കിൽ നോക്കിക്കോ. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. എന്താ പേരെന്താ ചേട്ടൻ? സുർജിത്ത് ചേട്ടനാ? ആർട്സ് ആൻഡ് ക്രാഫ്റ്റിന്റെ പ്രോഗ്രാം കോർഡിനേറ്റർ കൂടിയാണ്. ഓക്കെ. അപ്പം ഇവിടുത്തെ കഫറ്റീരിയയും ചേട്ടൻ തന്നെ നോക്കുന്നത്? നമ്മളെല്ലാം അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടൊന്നുമില്ല. എല്ലാം എന്താ വെച്ചാൽ നമ്മളിവിടെ ഒരാൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ ഫീൽഡിലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെയാണ്. അതെ തീർച്ചയായിട്ടും എല്ലാം അറിഞ്ഞിരിക്കണം ഒരാൾ അറിഞ്ഞിരുന്നു പറഞ്ഞാൽ അതിന്റെ എല്ലാം ചെയ്യുന്ന ഒരു ഇതാണല്ലോ. ഞാനും അത്രമാത്രം, ഞങ്ങളൊക്കെ ആ ടീമാണ്, ടീം വർക്കായിട്ടാണ് ഞങ്ങൾ പോകുന്നത് തന്നെ. ULCCസിന്റെ ലൈക്ക് എല്ലാ വർക്ക്സും ഭയങ്കര ഗംഭീരം. എവിടെ എന്ത് ചെയ്താലും ടൈംലി കംപ്ലീഷൻ ആൻഡ് എന്താ പറയുക വെൽ മെയിൻറ്റെയിൻ ആൻഡ് ക്വാളിറ്റി. ഇപ്പോൾ ഹൈജീൻ തന്നെ ഇപ്പോൾ ഒരു എയർപോർട്ട് അല്ലെങ്കിൽ ഒരു ജഡായിൽ നല്ല ഭയങ്കര നല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ULCCസിനെ പറ്റി പറയുകയാണെങ്കിൽ വർക്കൊക്കെ വളരെ കറക്റ്റായിരിക്കും. വർക്ക് മാത്രമല്ല, നമ്മൾ അവിടുത്തെ സ്റ്റാഫിനോടായാലും എല്ലാവരോടും അവരോടുള്ള സമീപനം എന്ന് വെച്ചാൽ വളരെ നല്ലൊരു സമീപനമാണ്. അതുകൊണ്ടാണ് ULCCസിന് ഇത്രയും വലിയൊരു ഉയർച്ചയിലേക്ക് എത്താൻ തന്നെ സാധിച്ചത്. കാരണം അതിൽ ജോലി ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അതൊരു നല്ലൊരു അഭിമാനമാണ്. അങ്ങനെയാണ് ഇവിടെ ഈ ഒരു സംഭവം അത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോ സുർജിത്തേട്ടൻ കാണും ഇവിടെ അറ്റ് ടൈംസ്? ഇവിടെ ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ എല്ലായിടത്തും ഓരോരോ ഇതിൽ ഞങ്ങൾ കാണും. സോ എന്താ പറയുക, ലൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലേ സെറ്റ് ചെയ്തേക്കുന്ന, എന്താ പറയുക ആ സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ, ആ ഡിസൈനും എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ പുറത്ത് നോക്കുമ്പം റെസ്റ്റോറൻ്റ് ഉണ്ടല്ലേ, ഒരു ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റ് പോലെയാണ്. സോ എയർപോർട്ടൊക്കെ അടുത്തായതുകൊണ്ട് പ്ലെയിൻ പോകുന്നതൊക്കെ കാണാൻ പറ്റും. ലൈറ്റൊക്കെ കണ്ടോ, നല്ല രീതിയിൽ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അകത്ത്. സോ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ LED സ്ട്രിപ്സൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇന്നത്തെ യാത്ര വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ്, വെള്ളാർ in Trivandrum. So everyone should visit when they get their time. So everyone just take care. വാക്സിനേഷൻ ഡ്രൈവൊക്കെ തുടങ്ങി കഴിഞ്ഞു. എന്നാലും നിങ്ങൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ജസ്റ്റ് വൈൻഡപ്പ് എന്താ പറയുക സൈൻ ഓഫ് ചെയ്യാൻ നേരത്ത് മാത്രമാണ് മാസ്ക് ഊരിയേക്കുന്നത്. പിന്നെ ഇടയ്ക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് സംസാരത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഫക്റ്റ് ചെയ്തുകൊണ്ടാണ് മാസ്ക് ഊരി. അല്ലാത്ത സമയത്തെല്ലാം കംപ്ലീറ്റ്ലി മാസ്ക് വെച്ചിട്ടായിരുന്നു വ്ളോഗ് ചെയ്തത്. സോ ഓൾ ടേക്ക് കെയർ. അണ്ടിൽ ദെൻ സീ യു. ഒരു പുതിയൊരു വ്ളോഗായിട്ട് നമുക്ക് കാണാം. ശരി.